ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, അനുഗ്രഹീതമായ ജൂൺ മാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. ജൂൺ മാസം അനുഗ്രഹീതമാണ് എന്ന് പറയുമ്പോൾ മറ്റു മാസങ്ങൾ അനുഗ്രഹീതമല്ലേ എന്ന ഒരു ന്യായമായ ചോദ്യം ചിലപ്പോൾ വരാം. എല്ലാ മാസങ്ങളും അനുഗ്രഹീതമാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാസവും, എല്ലാ ആഴ്ചയും, എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ മിനിറ്റും, എല്ലാ നിമിഷവും ഒരുപോലെ അനുഗ്രഹദായകമാണ്. അങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ടതോ അല്ലെങ്കിൽ മെച്ചം കുറഞ്ഞതോ അനുഗ്രഹമുള്ളതോ ശാപമുള്ളതോ ആയ അങ്ങനെ ദിവസങ്ങളൊന്നും നമ്മൾ ക്രിസ്ത്യാനികൾക്ക്, ക്രൈസ്തവ വിശ്വാസികൾക്കില്ല. എല്ലാ ദിവസവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. എന്നിരുന്നാലും ആഘോഷിക്കപ്പെടുന്ന തിരുനാളുകളുടെ പ്രത്യേകത വെച്ച് ചിലപ്പോൾ ചില മാസങ്ങളെ നമ്മൾ കൂടുതൽ അനുഗ്രഹീതമായി കണക്കാക്കാറുണ്ട്. ആഘോഷിക്കപ്പെടുന്ന തിരുനാളുകളുടെ വെളിച്ചത്തിൽ ചില മാസങ്ങളെ നമ്മൾ കൂടുതൽ അനുഗ്രഹീതമായി കണക്കാക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം അനുഗ്രഹീതമായൊരു മാസമായ ജൂൺ മാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ ഒരു മാസം വലിയ വലിയ തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഈശോയുടെ പരമാരാധ്യമായ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ. പിന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ. അതുപോലെ തന്നെ ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ തിരുനാൾ, അതായത് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ. ഇനി ചില വർഷങ്ങളിൽ ജൂൺ മാസം തന്നെയാണ് പെന്തക്കുസ്ത തിരുനാൾ വരാറുള്ളത്. അതുപോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളും വരാറുള്ളത്. ഇങ്ങനെ വലിയ വലിയ തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്ന ഒരു മാസം എന്ന നിലയ്ക്ക് ജൂൺ മാസം വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മാസമായി നമ്മൾ കണക്കാക്കാറുണ്ട്. കാര്യം, വലിയ തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്ന പല തിരുനാളുകൾ ആഘോഷിക്കപ്പെടുന്നുണ്ട് എങ്കിലും ജൂൺ മാസം പൊതുവെ അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? വിശ്വാസികളുടെ ഇടയിൽ, ഭക്തരുടെ ഇടയിൽ പൊതുവെ ജൂൺ മാസം അറിയപ്പെടുന്നത് എന്ത് പേരിലായിരിക്കും? ഓരോ മാസങ്ങൾക്ക് ചില പ്രത്യേകതകൾ വെച്ച് നമ്മൾ ഔദ്യോഗികമായി വിളിക്കുന്ന പേരല്ല എങ്കിലും നമ്മൾ ചിലപ്പോൾ ഒരു ഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന ചില പേരുകൾ, ചില വിശേഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒക്ടോബർ മാസം പൊതുവെ അറിയപ്പെടുക എന്ത് മാസമായിട്ടാണ്? ജപമാല മാസമായി. മെയ് മാസം പൊതുവെ അറിയപ്പെടുക പരിശുദ്ധ അമ്മയുടെ മാസമായി. ഇതുപോലെ ജൂൺ മാസം പൊതുവെ അറിയപ്പെടുക, വിശ്വാസികൾക്കിടയിൽ, ഭക്തരുടെ ഇടയിൽ പൊതുവെ അറിയപ്പെടുക എന്ത് മാസമായിട്ടാണ്? തിരുഹൃദയ മാസമായിട്ടാണ്. തിരുഹൃദയ മാസമാണ് ജൂൺ മാസം. ഈ ഒരു മാസം പ്രത്യേകമായ വിധത്തിൽ നമ്മളെ തന്നെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ, ഭവനങ്ങൾ, സ്ഥാപനങ്ങൾ, സ്ഥലങ്ങളൊക്കെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകം അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു മാസമായി ജൂൺ മാസം നമുക്കറിയാം. മാത്രമല്ല, മിക്കവാറും ഇടവകകളിലൊക്കെ ഭവന സന്ദർശനം നടക്കുന്നത്, വീട് വെഞ്ചിരിപ്പ് നടക്കുന്നത്, തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്നതൊക്കെ മിക്കവാറും ഇടവകകളിൽ ജൂൺ മാസമായിരിക്കും. സൗകര്യാർത്ഥം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരി മാറുമായിരിക്കും. എങ്കിലും സാധാരണഗതിയിൽ ഈ ജൂൺ മാസത്തിലാണ് വികാരിയച്ചന്മാർ വീട് വന്ന് വെഞ്ചിരിക്കുന്നതും തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠയൊക്കെ നടത്താറുള്ളത്. അപ്പോൾ അങ്ങനെ തിരുഹൃദയ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന മാസമാണ് ജൂൺ മാസം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജൂൺ മാസത്തിലായിരിക്കുമ്പോൾ, ഈ ജൂൺ മാസത്തിൻ്റെ കൃപയുടെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ തിരുഹൃദയത്തെ നമ്മൾ ശരിക്കും ഒന്ന് ആഴത്തിൽ ധ്യാനിക്കാനും തിരുഹൃദയത്തിലൂടെ നമ്മിലേക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാം. പ്രത്യേകിച്ച് ഈശോ നൽകിയിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളുണ്ട്. തിരുഹൃദയ ഭക്തർക്ക് നൽകാമെന്ന് ഈശോ പറഞ്ഞിട്ടുള്ള വലിയ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാനും കൃപയിലേക്ക് വരാനും ഒക്കെ നമുക്കൊന്ന് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വെള്ളിയാഴ്ചയാണ് മകളെ സ്വന്തമാക്കാനും ഒന്ന് ശ്രമിക്കുകയാണ്. നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ഒന്നാമതായി തിരുഹൃദയ ചിത്രത്തെക്കുറിച്ചാണ്. തിരുഹൃദയത്തിൻ്റെ ചിത്രം, അതിൻ്റെ സവിശേഷതകൾ, പ്രത്യേകതകൾ. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, തിരുഹൃദയം ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനമാണ്. അതെങ്ങനെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനമായി മാറുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ഹൃദയങ്ങൾ എങ്ങനെ തിരുഹൃദയങ്ങളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം. നാലാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, തിരുഹൃദയവും തിരുമുറിവുകളും എങ്ങനെ എൻ്റെ മുറിവുകളിലും എൻ്റെ വേദനകളിലും ആശ്വാസമായിട്ട് മാറുന്നു. അഞ്ചാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, തിരുഹൃദയത്തിലുള്ള മുറിവ് അത് എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട ഒരു വാതിലാണ്, അതെങ്ങനെ വാതിലായിട്ട് മാറുന്നു. ആറാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, തിരുഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. തിരുഹൃദയ ഭക്തർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്ത 12 വാഗ്ദാനങ്ങൾ. ഏഴാമതായിട്ട് ചിന്തിക്കുക, തിരുഹൃദയ ഭക്തിയുടെ ചരിത്രമാണ്. തിരുഹൃദയ ഭക്തിയുടെ ചരിത്രം. എട്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, തിരുഹൃദയവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. തിരുഹൃദയവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഇതെല്ലാം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീരുമോ എന്ന് ചോദിച്ചാൽ എനിക്കത്ര ഉറപ്പില്ല. എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കണ പോലെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് കാണാം, ഓരോന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം നമ്മൾ എന്ത് വിഷയത്തെപ്പറ്റി ചിന്തിക്കാനാണ് പോകുന്നത്? ആദ്യമായിട്ട് തിരുഹൃദയ ചിത്രത്തെക്കുറിച്ച്. തിരുഹൃദയത്തിൻ്റെ ചിത്രം. ഈ ഹൃദയം
ഹൃദയത്തിൻ്റെ പല ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹൃദയത്തിൻ്റെ പല ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പൊതുവേ ഹൃദയത്തിൻ്റെ ചിത്രങ്ങളെ, ഹൃദയത്തിൻ്റെ ചിത്രീകരണങ്ങളെ രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം, രണ്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിരിക്കാം. ആദ്യത്തേത് ശരിക്കും നമ്മളുടെ ഈ ബയോളജിക്കൽ ഹാർട്ട്, നമ്മൾക്ക് ഉള്ളിലുള്ളൊരു ഹൃദയം ഉണ്ടല്ലോ, ശരിക്കുള്ള ഒറിജിനൽ ഹാർട്ട്, യഥാർത്ഥത്തിലുള്ള ഹൃദയം, അതിൻ്റെ ചിത്രം. അതൊരു പക്ഷെ നമ്മൾ അധികം പേരും അധികമായിട്ടൊന്നും കാണാൻ സാധ്യതയില്ല. ഒരു മെഡിക്കൽ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കാം കൂടുതൽ ഈ ശരിക്കും യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഹൃദയം, നമ്മുടെ ഈ ബയോളജിക്കൽ ഹാർട്ട്, അതിൻ്റെ ചിത്രമൊക്കെ കാണുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തുന്നത്. സാധാരണഗതിയിൽ നമ്മൾ അധികം ഒന്നും ആ ചിത്രം കാണാറില്ല. നമ്മൾ കൂടുതലും കണ്ടിരിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാറ്റഗറിയാണ്, അതായത് സിംബോളിക് ആയിട്ടുള്ള ഹാർട്ട്. പ്രതീകാത്മകമായി ഹൃദയത്തെ അവതരിപ്പിക്കുന്നത്, പ്രതീകാത്മകമായി ഹൃദയത്തെ ഒരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നു, ഹൃദയത്തെ ഒരു പ്രതീകമായിട്ട് അവതരിപ്പിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കട്ടെ, ഹൃദയം സത്യത്തിൽ എന്തിൻ്റെ പ്രതീകമാണ്? ഹൃദയം സത്യത്തിൽ എന്തിൻ്റെ പ്രതീകമാണ്? ഹൃദയം എന്ന് പറയുമ്പോൾ അത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? എന്തിൻ്റെ സിമ്പലാണ് ശരിക്കും ഹൃദയം? എന്തിൻ്റെയാണ്? സ്നേഹത്തിൻ്റെ. മിക്കവാറും ലോകത്തെ എല്ലാ നാടുകളിലും, എല്ലാ ദേശങ്ങളിലും, എല്ലാ സംസ്കാരങ്ങളിലും, മിക്കവാറും എല്ലാ മതങ്ങളിലും ഹൃദയം ചിത്രീകരിക്കപ്പെടുന്നത് സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ്, സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്, സ്നേഹത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മിക്കവാറും എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഇനി സ്നേഹം തന്നെ പലതരമുള്ളത് കൊണ്ട് പല രീതിയിൽ ഹൃദയം ചിത്രീകരിക്കപ്പെടാറുണ്ട്. സ്നേഹം പലതരം ഉണ്ടല്ലോ, പലതരം സ്നേഹങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഹൃദയം തന്നെ പല രീതിയിൽ ചിത്രീകരിക്കപ്പെടാറുണ്ട്. ഉദാഹരണത്തിന് ഹൃദയത്തിന് നടുവിലൂടെ ഒരു അമ്പ് കടന്നു പോകുന്ന ചിത്രം കണ്ടിട്ടുണ്ടോ? ആൾക്കാർ കൊള്ളാലോ, കണ്ടിട്ടുണ്ടോ? അതെന്തിൻ്റെ അടയാളോ? അത് ഏത് തരം സ്നേഹത്തിൻ്റെ പ്രതീകമാണ്? ഒന്നും അറിയാത്ത പോലെ ചിലരിയ്ക്കുന്നു. ഈ ഹൃദയത്തിൻ്റെ അകത്തൂടെ അമ്പ് കടന്നു പോകുന്നത് ഏത് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്? ഈ കാമുകന്മാർ, പ്രണയിതാക്കളുടെ ഇടയിൽ പൊതുവെ അവതരിപ്പിക്കപ്പെടും. പ്രണയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഈ ഹൃദയത്തിൻ്റെ അകത്തൂടെ അമ്പ് കടന്നു പോകുന്ന വിധത്തിൽ ചിത്രീകരിക്കാറുള്ളത്. ഞാൻ ഒരിക്കലും ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയതിൻ്റെ ഭാഗമായി അവിടെ വികാരിച്ചനെ കാണാൻ വേണ്ടി മുറിയിലേക്ക് കയറിയപ്പോൾ അവിടെ ഒരു ഫോട്ടോ ഇരിക്കണം, ഒരു ചിത്രം കണ്ടു, ഒരു പ്രത്യേക രീതിയിലൊരു ചിത്രം കണ്ടു. ചിത്രം എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നി. ചിത്രം ഇതാണ്, ഒരു റോസാപ്പൂവിൻ്റെ ചിത്രമാണ്. റോസാപ്പൂവിൻ്റെ ചിത്രമായതുകൊണ്ട് തോന്നിയ കൗതുകമല്ല, ഈ റോസാപ്പൂവിനുള്ളിലൂടെ ഒരു വലിയ അമ്പ് കടന്നു പോകുന്നുണ്ട്, ഒരു അമ്പ്. അപ്പം എനിക്കിത് വളരെ കൗതുകരമായിട്ട് തോന്നി. കാരണം അങ്ങനെ ഒരു ചിത്രം ഞാൻ അങ്ങനെ വേറൊരിടത്തും കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഈ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ സംഭവം, റോസാപ്പൂവിനുള്ളിലൂടെ അമ്പ് കടന്നു പോവുക? ഇനിയിപ്പോൾ റോസാപ്പൂ എന്ന് ഉദ്ദേശിച്ചത് പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയത്തിലൂടെ വാള് കടന്നു പോകുന്നതിൻ്റെ വല്ല പ്രതീകമായിരിക്കും, അങ്ങനെയൊക്കെയാണെന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ ചോദിച്ചത് എന്താ അച്ഛൻ സംഭവം എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, ഈ അച്ഛനോട് പറഞ്ഞു, അത് എൻ്റെ പേരാണ് അച്ഛാ എന്ന് പറഞ്ഞു. എൻ്റെ പേരെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ കരുതി അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും പേര് എഴുതി വെച്ച് കാണുമെന്ന് കരുതി ആ പൂവിൻ്റെ താഴെയും മുകളിലും എല്ലായിടത്തും ഞാൻ നോക്കി, പക്ഷെ പേര് കാണാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛൻ പേര് കാണാനില്ലല്ലോ. അന്നേരം അച്ഛൻ പറഞ്ഞു, അല്ല അത് പ്രതീകാത്മകമായിട്ട് എൻ്റെ പേരാന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രതീകാത്മകം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഫോട്ടോ വീണ്ടും സൂക്ഷിച്ചു നോക്കി, തിരിഞ്ഞു നിന്ന് നോക്കി, വളഞ്ഞു നിന്ന് നോക്കി, ഏത് രീതിയിൽ നോക്കിയിട്ട് പേര് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ തോറ്റ, അച്ഛൻ തന്നെ പറ, എന്താണ് അച്ഛൻ്റെ പേരെങ്ങനെയാണ്, ഇതെങ്ങനെ അച്ഛൻ്റെ പേരാകും? അപ്പം അച്ഛൻ എന്നോട് പറയാണ്, അതായത് ആ പൂവിനകത്തൂടെ കടന്നു പോകുന്നത് എന്താണ്? അമ്പാണ് കടന്നു പോകുന്നത്, അമ്പ്. ഈ അമ്പ് കടന്നു പോകുന്നത് എന്തിലൂടെയാണ്? റോസാപ്പൂവിലൂടെയാണ്. അപ്പം അച്ഛനും ചേർത്ത് പറഞ്ഞ്, അതാണ് എൻ്റെ പേര്. അതെന്താ ചേർത്ത് പറയാനുള്ളേ? അമ്പും റോസും ഒന്ന് ചേർത്ത് പറഞ്ഞേ, അമ്പും റോസും ഒന്ന് ചേർത്ത് പറ. അമ്പ് റോസ്. ഓ, അച്ഛൻ്റെ പേരതാണ്, അമ്പ് റോസ് എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, എൻ്റെ പൊന്നച്ഛൻ ഇത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ഒരച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് എൻ്റെ ക്രിയേറ്റിവിറ്റി അല്ല, മുമ്പ് ഞാനിരുന്ന ഇടവകപ്പള്ളിയിലെ യൂത്തന്മാരൊപ്പിച്ച പണിയാണ്. അവിടുത്തെ യുവജനങ്ങൾ, ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അവന്മാരെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ് എൻ്റെ പേര്, അമ്പ് റോസ് എന്ന് കാണിക്കാൻ വേണ്ടി തന്നതാണ്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ചില പ്രതീകങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഹൃദയം ഏത് സംസ്കാരങ്ങളിലും പ്രതീകാത്മകമായിട്ട് പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പൊതുവേ ഹൃദയം അറിയപ്പെടുക. ഈ ഹൃദയത്തെ ചിത്രീകരിക്കുമ്പോൾ അത് സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഹൃദയത്തെ ചിത്രീകരിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഏത് ചിത്രീകരണം പരിശോധിച്ചാലും, ഹൃദയത്തിൻ്റെ സിംബോളിക്കായിട്ടുള്ള ചിത്രീകരണം പരിശോധിച്ചാലും, അതിലിനി യഥാർത്ഥത്തിലുള്ള ഹൃദയത്തിൻ്റെ ചിത്രങ്ങൾ പരിശോധിച്ചാലും, ഇനി സിംബോളിക്കായിട്ടുള്ള ചിത്രങ്ങളിൽ തന്നെ പലതരത്തിലുള്ള സ്നേഹങ്ങളെ ആവിഷ്കരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ചാലും, ഒരിടത്തും കാണാത്ത സവിശേഷതകളാണ് ഈശോയുടെ തിരുഹൃദയ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുക. ശരിയാണോ അല്ലയോ?
വേറെ ഒരു ഹൃദയത്തിൻ്റെ ചിത്രീകരണത്തിലും യേശുവിൻ്റെ ഹൃദയത്തിൽ കാണുന്ന ചില പ്രത്യേകതകളില്ല. യേശുവിൻ്റെ ഹൃദയം ചിത്രീകരിക്കുമ്പോൾ വേറെ ഒരു ചിത്രീകരണത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ ആ ഹൃദയത്തിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? നിങ്ങൾ തന്നെ പറഞ്ഞോ. ഹൃദയം, യേശുവിൻ്റെ ഹൃദയം, തിരുഹൃദയം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം കാണും. പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ എന്നും അത് നോക്കി പ്രാർത്ഥിക്കാറുള്ളവരുമാണ്. ആ ചിത്രത്തിൽ യേശുവിൻ്റെ ഒരു ഫോട്ടോ, യേശുവിൻ്റെ നെഞ്ചിൽ ഇതാ ഒരു ഹൃദയത്തിൻ്റെ ചിത്രം ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നു. ആ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ വേറെ ഒരു ചിത്രത്തിലും കാണാത്ത, ഒരു ഹൃദയത്തിൻ്റെ ചിത്രത്തിലും കാണാത്ത ചില പ്രത്യേകതകൾ യേശുവിൻ്റെ ഹൃദയത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ? ഒന്നാമത്തെ ഒരു പ്രത്യേകത, ഹൃദയത്തിന് ചുറ്റിലുമായി എന്തുണ്ട്? ആ മുള്ളുകൊണ്ടുള്ളൊരു ആവരണമുണ്ട്, അല്ലെങ്കിൽ ഒരു മുൾക്കിരീടം, ഒരു മുൾപടർപ്പ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ഒരു പ്രത്യേകത. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ആ ഹൃദയത്തിൻ്റെ മേലെ എന്തുണ്ട്? ഹൃദയത്തിൻ്റെ മേലെ എന്തുണ്ട്? ഒരു കുരിശ് ഇങ്ങനെ മുളച്ചു വന്നാലെന്ന പോലെ ഒരു കുരിശ് നാട്ടപ്പെട്ട രീതിയിൽ ആ ഹൃദയത്തിൻ്റെ മേലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് എന്താ കാണുന്നത്? ആ ഹൃദയത്തിൻ്റെ മേലെ കുരിശിനെ പുണരുന്ന വിധത്തിൽ ഒരു കാര്യം കാണുന്നുണ്ട്. എന്താ കാണുന്നത്? അഗ്നിജ്വാലകൾ കാണുന്നുണ്ട്, അഗ്നിനാവുകൾ കാണുന്നുണ്ട്. നാലാമതായിട്ട് ആ ഹൃദയത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ആദ്യം ശ്രദ്ധയിൽപ്പെടുന്നത് എന്തായിരിക്കും? ഹൃദയത്തിലൊരു വലിയ നിങ്ങളിതൊന്നും കണ്ടിട്ടില്ലേ? പറ, എന്താണ്? ഹൃദയത്തിലൊരു വലിയ മുറിവ് കാണുന്നുണ്ട്, വലിയൊരു മുറിവ് കാണുന്നുണ്ട്. ഇനി അഞ്ചാമതായിട്ട് എന്താ കാണുന്നത്? ആ മുറിവിൽ നിന്നൊഴുകുന്ന രക്തവും ജലവും, മുറിവിൽ നിന്നൊഴുകുന്ന രക്തവും ജലവും. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ യേശുവിൻ്റെ തിരുഹൃദയ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ യേശുവിൻ്റെ തിരുഹൃദയ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന 5 കാര്യങ്ങളാണ്. ഇത് വേറെ ഒരു ഹൃദയത്തിൻ്റെ ചിത്രത്തിലും ഇത് കാണില്ല. യേശുവിൻ്റെ തിരുഹൃദയ ചിത്രത്തിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണിത്. ഹൃദയത്തെ സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചാലും ഹൃദയത്തെ ആക്ച്വലായിട്ട് അവതരിപ്പിച്ചാലും ചിത്രീകരിച്ചാലും വേറെ ഒരിടത്തും കാണാത്ത പ്രത്യേകതകളാണ് ഈ 5 കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ 5 കാര്യങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതും പ്രതീകങ്ങളാണ്. ഇപ്പോൾ ഈ യേശുവിൻ്റെ ഹൃദയം സിംബോളിക്കായി, പ്രതീകാത്മകമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ സ്നേഹത്തിൻ്റെ പ്രതീകത്തോടൊപ്പം തന്നെ ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു വെക്കുന്ന വേറെന്തൊക്കെയോ യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഓരോന്നായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ എന്താണ്? ആ ഹൃദയത്തിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഹൃദയത്തിനെ ചുറ്റുന്ന മുൾപടർപ്പ്, അല്ലെങ്കിൽ മുള്ളുകൊണ്ടുള്ള ആവരണം, അല്ലെങ്കിൽ ഒരു മുൾക്കിരീടം പോലെ ആ ഹൃദയത്തിന് ചുറ്റിലുമായിട്ട് നമ്മൾ കാണുന്നു. അതെന്തിൻ്റെ പ്രതീകമായിരിക്കും? മുള്ളുകൾ എന്തിൻ്റെ പ്രതീകമാണ്? മുള്ളുകൾ എന്തിൻ്റെ പ്രതീകമാണ്? ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ മുൾച്ചെടി ഉണ്ടെന്ന് കരുതുക. നമ്മൾ എന്ത് ചെയ്യും? പറിച്ചു കളയോ? നമ്മുടെ പറമ്പിലാണെങ്കിൽ ചിലപ്പോൾ പറിച്ചു കളയുമായിരിക്കും. അല്ലെങ്കിലോ പോകുന്ന വഴിയിൽ മുൾച്ചെടി കണ്ട എന്ത് ചെയ്യും? അതിൻ്റെ മേലെ കൂടെ നടക്കുമോ? ഇല്ല, വഴി മാറി നടക്കും. കാരണം എന്താ? അതിൽ ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? ആ കാല് മുറിയും, കാല് വേദനിക്കും. അപ്പം മുള്ളുകൾ എന്തിൻ്റെ പ്രതീകമാണ്? ആ വേദനയുടെയും സഹനത്തിൻ്റെയും പ്രതീകമാണ്. അപ്പോൾ മുള്ളുകൾ സഹനത്തിൻ്റെ പ്രതീകമാണെങ്കിൽ, മുള്ളുകൾ വേദനയുടെ പ്രതീകമാണെങ്കിൽ, ഈ ഹൃദയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്, മുള്ളുകൾ എന്ന് പറയുന്നത് സഹനത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തെ ചുറ്റുന്ന മുള്ളുകൾ എന്തിൻ്റെ പ്രതീകമാണ്? സ്നേഹവും സഹനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ്. സ്നേഹവും സഹനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഹൃദയം എന്തിൻ്റെ പ്രതീകമാണ്? സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. മുള്ളുകൾ എന്തിൻ്റെ പ്രതീകമാണ്? സഹനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഹൃദയത്തെ ചുറ്റുന്ന മുള്ളുകൾ എന്തിൻ്റെ പ്രതീകമാണ്? സ്നേഹവും സഹനവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ്. ഇനി നിങ്ങളൊന്ന് പറഞ്ഞേ, സ്നേഹത്തിൽ സഹനമുണ്ടോ? ഏത് സ്നേഹത്തിലും സഹനമുണ്ട്. സ്നേഹം എത്ര കൂടുതലാണോ അത്രയും സഹനം ഉണ്ടാവും. സ്നേഹത്തിൽ സഹനമുണ്ട്. നമ്മൾ ശരിക്കും ഏത് സ്നേഹബന്ധങ്ങൾ പരിശോധിച്ചാലും സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ, സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം സ്നേഹത്തിൽ ത്യാഗമുണ്ട്, സഹനമുണ്ട്. ഉദാഹരണത്തിന് ഈ ഭൂമിയിലുള്ള സ്നേഹങ്ങളിൽ പൊതുവേ നമ്മൾ പറയാറുള്ള ഏറ്റവും വലിയ സ്നേഹമായിട്ട് പൊതുവേ പറയാറുള്ളത് ആരോടുള്ള സ്നേഹമാണ്? നിങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ലേ? എന്നാൽ ആരോടുള്ള സ്നേഹം? പലതരം സ്നേഹങ്ങളുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട്, സഹോദരങ്ങൾ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, പലതരം സ്നേഹമുണ്ടല്ലോ. ഇതിൽ പൊതുവേ എക്സെപ്ഷൻസ് ഉണ്ടാകാം, പലരും വ്യത്യസ്ത അഭിപ്രായം പറയുമായിരിക്കും. എങ്കിലും പൊതുവേ നമ്മൾ പറയുമ്പോൾ ഏറ്റവും വലിയ സ്നേഹമായി ഭൂമിയിൽ നമ്മൾ മനുഷ്യരുടെ സ്നേഹത്തെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ആരോടുള്ള സ്നേഹമാണ് പൊതുവെ ഏറ്റവും വലിയ സ്നേഹമായിട്ട് പറയാറുള്ളത്? അമ്മയ്ക്ക്
കുഞ്ഞിനോടുള്ള സ്നേഹമാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത്. ഇത് വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടാവാം, എന്നാലും ഞാൻ പറയാണ്, പൊതുവേ നമ്മൾ പറയും അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ പുറകിൽ സഹനത്തിൻ്റെ ഒരു ചരിത്രം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. സഹനത്തിൻ്റെ വലിയൊരു ചരിത്രമുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൻ്റെ പുറകിൽ സഹനത്തിൻ്റെ വലിയൊരു ചരിത്രമുണ്ട്. 9 മാസം കുഞ്ഞിനെ ചുമന്നതിൻ്റെയും വേദനയോടെ പ്രസവിച്ചതിൻ്റെയും പിന്നെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് വളർത്തിയതിൻ്റെയും വലിയൊരു സഹന ചരിത്രമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് ഏകദേശം ഭാരം എത്രയാണ്? ഒരു 2.5 കിലോ മുതൽ ഒരു 4 കിലോ വരെ വരാം. അപ്പോൾ ആവറേജ് ഒരു 3 കിലോ. ഒരു 3 കിലോ ഭാരം ഉള്ള ഒരു കല്ലെടുത്ത് വയറ്റിൽ കെട്ടിവെച്ച് ഒരു 4 ദിവസം നടക്കാൻ പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ ആരെങ്കിലും അത് ചെയ്യുമോ? ചെയ്യില്ല. പക്ഷെ ഒരു കുഞ്ഞ് ഒരിക്കലും അമ്മയ്ക്ക് എന്തല്ല, ഭാരമല്ല. എന്തുകൊണ്ട് ഭാരമല്ല? സ്നേഹമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഭാരം അറിയാതിരിക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്നേഹത്തിൽ എപ്പോഴും വലിയ ത്യാഗമുണ്ട്, സഹനമുണ്ട്. ഇനി കുഞ്ഞിനെ പ്രസവിക്കുന്ന സമയത്ത് അമ്മ കടന്നു പോകുന്ന വേദന, ഒരു സ്ത്രീ കടന്നു പോകുന്ന വേദനകൾ ഏറ്റവും വലിയ വേദനയാണ്. ആ വേദനയിലൂടെയും കടന്നു പോകുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അമ്മ മാത്രമല്ല അപ്പനാണെങ്കിലും എന്തുമാത്രം ത്യാഗം എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഓർക്കേണ്ട ഈ കൊച്ചു കുഞ്ഞുങ്ങൾ, അവരുടെ ടൈം ടേബിളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലേ? നമ്മൾ ഉറങ്ങണ സമയത്ത് അവർ ഉണർന്നിരിക്കും, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് അവർ ഉറങ്ങുകയും ചെയ്യും. പകൽ മുഴുവനും കിടന്നുറങ്ങിയിട്ട് രാത്രി എഴുന്നേറ്റ് കാറി കൂവുന്നത് കുഞ്ഞുങ്ങളുടെ, ഇത് നമുക്ക് മിക്കവാറും അപ്പനമ്മമാർക്ക്, കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഇത് അനുഭവമുള്ളതാണ്. ഞാൻ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നൊരു കാര്യമാണ്. പകൽ മുഴുവൻ ജോലി അധ്വാനം ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒന്ന് സ്വസ്ഥമായി കിടക്കണമെന്ന് ആഗ്രഹിച്ച അപ്പനമ്മയും വരുമ്പോൾ കൈക്കുഞ്ഞുങ്ങൾ ചിലപ്പോൾ, കൊച്ചു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ വീട്ടിലുണ്ടാകും. ഇവരുറങ്ങില്ല, ഇവരുറങ്ങാതെ കിടന്ന് കാറലായിരിക്കും, കരയിലായിരിക്കും. അപ്പോൾ ഈ കൊച്ചിനെയും തോളിലിട്ട് അപ്പനോ അമ്മയും ഇങ്ങനെ ഉറങ്ങാതെ അവരുടെ രാത്രിയിൽ ഉറക്കില്ല, പകലും ഉറക്കില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന, എത്രമാത്രം അങ്ങനെ ഓരോന്ന് നോക്കിയില്ല, എത്രമാത്രം ത്യാഗം, എത്രമാത്രം സഹനം ഈ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹത്തിൽ, ഏത് സ്നേഹത്തിലും വലിയ ത്യാഗമുണ്ട്, വലിയ സഹനമുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഈ തിരുഹൃദയത്തെ ചുറ്റിയിരിക്കുന്ന ഈ മുള്ളുകൊണ്ടുള്ള ആവരണം, തിരുഹൃദയത്തെ ചുറ്റിയിട്ടുള്ള ഈ മുള്ളുകൊണ്ടുള്ള ആവരണം എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ കർത്താവ് കടന്നുപോയ സഹനങ്ങളാണ്. അത് ഓർക്കണം. തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തെ വലയം ചെയ്യുന്ന ഈ മുള്ള് കാണുമ്പോൾ, ഈ മുൾപടർപ്പ് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തയായി വരേണ്ടത് എന്നോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ കർത്താവ് കടന്നുപോയ സഹനങ്ങൾ എന്തൊക്കെയാണ്. അത് നമ്മുടെ മനസ്സിൽ ചിന്തയായി, ധ്യാനമായി, പ്രാർത്ഥനയായിട്ട് മാറണം. ഈശോ കടന്നുപോയ സഹനങ്ങൾ ഏതാ? ഈശോ എല്ലാതരം സഹനങ്ങളിലൂടെയും കടന്നുപോയ ആളാണ്. മനുഷ്യാവതാരത്തോടെ ആരംഭിച്ച സഹനമാണ്. എങ്കിലും അതിൻ്റെ ഒരു ഭീകരതയിലേക്ക് വരുന്നത് നമുക്ക് ആ പെസഹാവ്യാഴം മുതലൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു പോവുകയാണെങ്കിൽ, ഒറ്റിക്കൊടുക്കപ്പെട്ടതിൻ്റെ ഭീകരവേദന ഈശോ അനുഭവിക്കേണ്ടി വന്നു. തള്ളിപ്പറയപ്പെട്ടതിൻ്റെ ഭീകരവേദന ഈശോ അനുഭവിക്കേണ്ടി വന്നു. ഒറ്റയ്ക്കാക്കപ്പെട്ടതിൻ്റെ, ഗെത്സമേനിയിൽ ഒറ്റയ്ക്കാക്കപ്പെട്ടതിൻ്റെ ഒരു വലിയ വേദന ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. രക്തം വിയർക്കുവോളം മാനസിക പിരിമുറുക്കത്തിൻ്റെ, മാനസിക സംഘർഷത്തിൻ്റെ ഭീകരവേദന ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒറ്റ രാത്രി 4 കോടതി മുറികളിൽ നാണം കെട്ട് ശിരസ് കുനിച്ച് നിൽക്കുന്ന അവഹേളനത്തിൻ്റെ വേദന ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. ഏതൊക്കെയാണ് 4 കോടതികൾ? പീലാത്തോസിൻ്റെ, ഹെറോദേസിൻ്റെ, അന്നാസിൻ്റെ, കയ്യപ്പാസിൻ്റെ കോടതി മുറികളിൽ ശിരസ് കുനിച്ച് നാണം കെട്ട് ഈശോയ്ക്ക് നിൽക്കേണ്ടി വന്നു. പിന്നെ ഭീകരമാം വിധത്തിലുള്ള ചമ്മട്ടിയടിയേറ്റുള്ള മുറിവുകൾ ഈശോയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ചമ്മട്ടിയുടെ പ്രത്യേകത നമ്മൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. ചമ്മട്ടിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുള്ള വ്യക്തികൾ പറയുന്നതനുസരിച്ച് ഈ ചമ്മട്ടിയായിട്ട് ഉപയോഗിക്കുന്ന ആ ഉപകരണം, അല്ലെങ്കിൽ റോമൻ പടയാളികൾ ഉപയോഗിച്ചിരുന്ന ആ ചമ്മട്ടി, അതിനൊരു പിടുത്തം, ആ പിടിക്ക് ശേഷം അതിൽ നിന്ന് ഇതുപോലെ ഈ കേബിൾ ഇങ്ങനെ നീണ്ടു കിടക്കും പോലെ 8 വാറുകളുണ്ടാവും, 8 വള്ളികളുണ്ടാവും. ഓരോന്നിൻ്റെ അഗ്രത്തിൽ മൂർച്ചയേറി ഇരുമ്പിൻ്റെയും ഉരുക്കിൻ്റെയും കൊളുത്തുകൾ വെച്ചിട്ടുണ്ടാവും. അതുപോലെ മൃഗങ്ങളുടെ കൂർത്ത് എല്ലിയും കഷ്ണങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടാവും. ഈ ചമ്മട്ടി തൂക്കി നോക്കിയാൽ, മൊത്തം ചമ്മട്ടിയല്ല, അഗ്രഭാഗം മാത്രം ഒന്ന് തൂക്കി നോക്കിയാൽ ഏകദേശം 1.5 കിലോയോളം വരുമെന്ന് പറയണം. 1.5 കിലോയോളം. ഒറ്റയടി അടിച്ചാൽ മതി ആരോഗ്യമുള്ള ഒരാൾ താഴെ വീഴാൻ. ഒറ്റയടി അടിച്ചാൽ മതി ആരോഗ്യമുള്ള ഒരാൾ താഴെ വീഴാൻ. സാധാരണഗതിയിൽ ചമ്മട്ടി കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ ശരീരത്തിൽ 8 ഭാഗങ്ങളിലായിട്ട് ഇത് വന്ന് പതിയും. ചെളിക്കകത്ത് കല്ലിട്ട കല്ല് ചെളിയിൽ പതിയും പോലെ ശരീരത്തിൽ പതിഞ്ഞിരിക്കും. പിന്നെ ഒരു വലിച്ചാൽ അസ്ഥിയിൽ നിന്ന് മാംസം ചിതറിത്തെറിക്കുന്ന മാരക മരണവേദന വ്യക്തി അനുഭവിക്കേണ്ടി വരും. ഈശോ എനിക്ക് വേണ്ടി കടന്നുപോയ സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ചരിത്രമാണിത്. പിന്നീട് ഈശോയ്ക്ക് ശിരസിൽ മുൾക്കിരീടം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരു രാത്രി മുഴുവൻ ഒരു കാരാഗ്രഹത്തിനകത്ത് കഴിയേണ്ടി വന്നു. പിറ്റേ ദിവസം ഈശോ ഭാരമുള്ള കുരിശും ചുമന്ന് കാൽവരിയിലേക്ക് യാത്രയാവാണ്. ഈശോ ചുമന്ന കുരിശിൻ്റെ ഭാരം എത്രയാണ്? അന്ന് കാലത്ത് സാധാരണഗതിയിൽ ഉപയോഗിച്ചിരുന്ന കുരിശിൻ്റെ, റോമൻ പടയാളികൾ കുറ്റവാളികളെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന കുരിശിൻ്റെ ഭാരം മിനിമം 100 കിലോഗ്രാമും മാക്സിമം 110 കിലോഗ്രാമുമാണ്. അന്ന് ഈശോയുടെ പ്രായം എത്രയാണ്?
33 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ 100-110 കിലോഗ്രാം ഭാരമുള്ള കുരിശെടുത്ത് ഒരു കുന്നിൻ്റെ മേലേക്ക് നടന്നു നീങ്ങുന്ന രംഗം വെറുതെ ഒന്ന് മനസ്സിൽ സങ്കല്പിക്കാനൊന്ന് ശ്രമിച്ചേ. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നഗ്നനാക്കപ്പെടുന്ന അവഹേളനത്തിൻ്റെ വേദനയിലൂടെ ഈശോയ്ക്ക് കടന്നു പോകേണ്ടി വന്നു. പെറ്റമ്മയുടെ മുൻപിൽ വെച്ച്, ഭക്തശ്രീകളുടെ മുൻപിൽ വെച്ച്, ശത്രു സൈന്യത്തിൻ്റെ മുൻപിൽ വെച്ച്, സകലരുടെയും മുൻപിൽ വെച്ച് അപമാനം, അവഹേളനം, ആ ഭീകര വേദനയിലൂടെയും കർത്താവിന് കടന്നു പോകേണ്ടതായിട്ട് വന്നു. കൈകാലുകളിൽ 6-8 ഇഞ്ച് നീളമുള്ള കാരിരുമ്പാണികൾ തുളഞ്ഞിറങ്ങുമ്പോൾ അതിഭീകരമായ വേദന ഈശോയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. എല്ലാറ്റിലും അവസാനം ഗാഗുൽത്താമലയുടെ വിരിമാറിൽ ഒരു മരക്കുരിശിൽ 3 ആണികളിൽ തൂങ്ങി പീഡ സഹിച്ച് ആകാശത്തിനും ഭൂമിക്കും മതി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നെഞ്ചിൽ തീയോടെ കണ്ണിൽ കണ്ണുനീരോടെ എന്തേ പിതാവേ നീ എന്നെ ഉപേക്ഷിച്ചു എന്ന ദീനവിലാപത്തോടെ ഈ പ്രപഞ്ചം ജന്മം കൊടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ പരാജിതൻ എന്ന് തോന്നിപ്പിക്കുമാറ് കുരിശിൽ ഈശോ ബലിയായി മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ, അതിനെ ചുറ്റിയിരിക്കുന്ന മുള്ളുകൊണ്ടുള്ള ആവരണത്തിലേക്ക് നോക്കുമ്പോൾ, എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കടന്നുപോയ സഹനങ്ങൾ മുഴുവൻ, ഈശോ ഏറ്റുവാങ്ങിയ വേദനകൾ മുഴുവൻ എൻ്റെ കൺമുൻപിൽ ചിത്രമായി തെളിയണം. എൻ്റെ ഹൃദയത്തിൽ ധ്യാനമായി മാറണം. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമായി രൂപപ്പെടണം. ഉറക്കെ പറഞ്ഞേ ഹാലേലൂയാം. ചൊല്ലി പറഞ്ഞേ ഹാലേലൂയാം. അപ്പോൾ ഹൃദയത്തിൻ്റെ ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ, തിരുഹൃദയ ചിത്രത്തിന് ചുറ്റിലുമായി നമ്മൾ കാണുന്ന, ഹൃദയത്തിന് ചുറ്റിലുമായി കാണുന്ന ഈ മുള്ളുകളിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത് കടന്നു വരേണ്ട ചിന്ത അതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ ഈ മുള്ളുകൊണ്ടുള്ള ആവരണത്തിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ, അടുത്ത വെള്ളിയാഴ്ച തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ്. ഈ തിരുഹൃദയ തിരുനാൾ ദിവസം ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യയുള്ള വായനകൾ, 4 വായനകളുണ്ട്. അതിൽ ആദ്യത്തെ വായന, പഴയ നിയമത്തിലുള്ള വായന ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള വായന എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? അത് അബ്രാഹം ഇസഹാക്കിനെ ബലി ചെയ്യുന്ന സംഭവമാണ്. ഈ അബ്രാഹം ഇസഹാക്കിനെ ബലി ചെയ്യുന്ന സംഭവവും തിരുഹൃദയ തിരുനാളും തമ്മിൽ എന്താ ബന്ധം? അബ്രാഹം ഇസഹാക്കിനെ ബലി ചെയ്യുന്ന സംഭവവും തിരുഹൃദയ തിരുനാളും തമ്മിൽ എന്താ ബന്ധം? വലിയൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം? അബ്രാഹം ഇസഹാക്കിനെ ബലി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ഇസഹാക്ക് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിറകുണ്ട്, തീയുണ്ട്, പക്ഷേ ബലിയർപ്പിക്കാനുള്ള മൃഗം എവിടെ അപ്പാ? എവിടെയാ മൃഗം? അബ്രാഹം ചങ്ക് തകർന്ന് മകനോട് പറയുന്ന ഉത്തരമാണ്, മോനെ, ദൈവം അത് തരും, ദൈവം അത് തരും. വിശ്വാസത്തോടെ പറയാണ്, ദൈവം അത് തരും. ചോദ്യം ഇതാണ്, ദൈവം അത് കൊടുത്തോ ഇല്ലയോ? ദൈവം കൊടുത്തു. എപ്പോഴാണ് കൊടുത്തത്? അബ്രാഹം ഇതാ മോറിയാമലയുടെ മുകളിലെത്തി ആ വിറകെല്ലാം അടുക്കി മകനെ ബന്ധിച്ച് അതിൻ്റെ മേലെ കടത്തുമ്പോഴാണ് ഇസഹാക്കിന് മനസ്സിലാകുന്നത് ബലിമൃഗം താനാണ് എന്ന്. ചങ്കുലയുന്ന വേദനയോടെ കത്തി കയ്യിലെടുത്ത് അബ്രാഹം ഇസഹാക്കിൻ്റെ ദേഹത്തേക്ക് അത് കുത്തിയിറക്കാൻ ഒരുങ്ങുമ്പോൾ മാലാഖ വന്ന് തടഞ്ഞു. നിന്റെ വിശ്വസ്തത തെളിയിക്കപ്പെട്ടിരിക്കുന്നു, കൊച്ചിനെ ഒന്നും ചെയ്തേക്കരുത്. അബ്രാഹത്തിൻ്റെ ഇസഹാക്കിൻ്റെ മനസ്സിൽ ആ സമയം ഉണ്ടാകുന്ന ആശ്വാസം എത്ര വലുതായിരിക്കും. അത് കഴിഞ്ഞ് അബ്രാഹം അവിടെ നിന്ന് എല്ലാം പറഞ്ഞ് ടാറ്റ പറഞ്ഞ് നന്ദി പറഞ്ഞ് തിരിച്ചിറങ്ങി പോരാണോ ചെയ്തത്? അല്ല. അബ്രാഹം അവിടെ എന്ത് ചെയ്തു? അബ്രാഹം ബലി അർപ്പിച്ചിട്ടാണോ പോകുന്നത്, ബലി അർപ്പിക്കാതെയാണോ പോകുന്നത്? ബലി അർപ്പിച്ചിട്ടാ പോകുന്നത്. ആരെയാണ് ബലി അർപ്പിച്ചത്? ഒരു മുട്ടാടിനെ അവിടെ ബലി അർപ്പിച്ചതായി നമ്മൾ കാണുന്നു. ഈ മുട്ടാടിനെ കുറിച്ച് പറയണത് എന്താണ്? മുട്ടാട് എവിടെയായിരുന്നു? അബ്രാഹം തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നു മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട്. മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന മുട്ടാട്. സത്യത്തിൽ ഈ മുട്ടാട് ആരുടെ പ്രതീകമാണ്? ഈ ആട് ആരുടെ പ്രതീകമാണ്? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് സാക്ഷാൽ സ്നാപക യോഹന്നാൻ പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആരായിരുന്നു ആ മനുഷ്യൻ? ഈശോയായിരുന്നു. ഈശോ എന്ന കുഞ്ഞാട്, ബലിമൃഗമായി തീർന്ന, ബലിക്കുഞ്ഞാടായി മാറിയ ഈശോ പ്രതീകാത്മകമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എനിക്ക് പകരം ബലിയായി മാറിയ, ഇവിടെ യഥാർത്ഥത്തിൽ ഇസഹാക്ക് നമ്മൾ ഓരോരുത്തരുമാണ് ബലി ചെയ്യപ്പെടേണ്ടിയിരുന്നത്, കൊല ചെയ്യപ്പെടേണ്ടിയിരുന്നത്, അഥവാ മരണം വരിക്കേണ്ടിയിരുന്നത്. കാരണം പാപത്തിന് ശിക്ഷയുണ്ട്. പാപത്തിൻ്റെ ശിക്ഷ എന്താ? വചനം പറയുന്നു, പാപത്തിൻ്റെ വേദന മരണമാണ്, പാപത്തിൻ്റെ കൂലി മരണമാണ്. പാപം ചെയ്തവന് അർഹതയുള്ളതാണ് ഈ മരണം, നിത്യനാശം, നിത്യമരണം. അത് എനിക്കും നിങ്ങൾക്കും ലഭിക്കാതിരിക്കാൻ, ഞാനും നിങ്ങളുമാകുന്ന ഇസഹാക്കുമാര് ബലി ചെയ്യപ്പെടാതിരിക്കാൻ, മരിക്കാതിരിക്കാൻ എനിക്കും നിങ്ങൾക്കും പകരമായി ഇതാ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടന്ന ഒരു കുഞ്ഞാട് ബലി ചെയ്യപ്പെട്ടു. ആ കുഞ്ഞാട് പ്രതീകാത്മകമായി പറഞ്ഞാൽ അത് ആരാണ്? അത് ഈശോയാണ്.
അവിടെ നമ്മൾ കാണുന്നു മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടന്ന ഒരു കുഞ്ഞാട് എന്ന്. ഇവിടെ നമ്മൾ ചിന്തിക്കുകയാണ് തിരുഹൃദയത്തിന് ചുറ്റിലുമായി, അഥവാ തിരുഹൃദയത്തെ ആവരണം ചെയ്യുന്ന ഈ മുൾക്കിരീടത്തെ, മുള്ളുകൊണ്ടുള്ള ആവരണത്തെ ധ്യാനിക്കുമ്പോൾ ഈ മുള്ളുകൊണ്ടുള്ള ആവരണത്തിന് അകത്തിരിക്കുന്ന ഈ തിരുഹൃദയം ഈശോയെ തന്നെയാണ് കാണിക്കുന്നത്, ഈശോയുടെ തന്നെ പ്രതീകമാണ് എങ്കിൽ ഈ രണ്ട് വചനഭാഗങ്ങൾ തമ്മിൽ, അല്ലെങ്കിൽ ഈ പഴയ നിയമത്തിൽ പറയുന്ന ഈ വചനഭാഗവും ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിവസം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവാണ്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരട്ടി സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ തിരുഹൃദയ ചിത്രത്തിലുള്ള ഒന്നാമത്തെ കാര്യമാണ് ധ്യാനിച്ചത്. ആ ചിത്രത്തിൽ അല്ലെങ്കിൽ തിരുഹൃദയത്തിന് ചുറ്റിലുമായി കാണുന്ന മുള്ളുകൊണ്ടുള്ള ആവരണം. രണ്ടാമതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിൻ്റെ മേലെയുള്ള കുരിശാണ്. ഇതിങ്ങനെ മുളച്ചു വന്നാലെന്ന പോലെ, ഹൃദയത്തിൻ്റെ മുകളിൽ മുളച്ചു വന്നാലെന്ന പോലെ അല്ലെങ്കിൽ നാട്ടി നിർത്തപ്പെട്ട പോലെ ഒരു കുരിശ്. കുരിശ് എന്തിൻ്റെ പ്രതീകമാണ്? കുരിശ് നേരത്തെ പറഞ്ഞതുപോലെ സഹനത്തിൻ്റെ പ്രതീകമാണ്. അതുമാത്രമല്ല, കുരിശ് യഥാർത്ഥത്തിൽ രക്ഷയുടെ പ്രതീകമാണ്. രക്ഷയുടെ പ്രതീകമാണ്. അപ്പോൾ ഈ കുരിശും ഹൃദയവും തമ്മിൽ എന്താ ബന്ധം? രക്ഷ നമുക്ക് തരാൻ വേണ്ടി ഈശോ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, കുരിശ് യഥാർത്ഥത്തിൽ സ്വർഗത്തെയും ഭൂമിയെയും ബന്ധിപ്പിച്ച പാലമാണ്. ദൈവവും ഞാനുമായി ഒരു ബന്ധമുണ്ടാക്കാൻ നിർമ്മിക്കപ്പെട്ട ഗോവണിയാണ്. അപ്പോൾ സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമായി, പാതയായി, വഴിയായി, മാർഗമായി, ഗോവണിയായി കുരിശ് മാറാണ്. ഇങ്ങനെ ഒന്നും നിർമ്മിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മളാരും സ്വർഗരാജ്യം, നിത്യത എത്തിച്ചേരുക സാധ്യമല്ലായിരുന്നു. ആർക്കും സാധ്യമല്ലായിരുന്നു. അപ്പോൾ എന്നേക്കുമായി മനുഷ്യൻ്റെ പാപം മൂലം എന്നേക്കുമായി അടയ്ക്കപ്പെട്ട പറുദീസായുടെ വാതിൽ, സ്വർഗത്തിൻ്റെ കവാടം, മനുഷ്യൻ്റെ പാപം മൂലം എന്നേക്കുമായി അടയ്ക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കവാടം, അതിന് തുറക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല, മനുഷ്യന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായി തീർന്നു. ദൈവം മനുഷ്യനായി മാറി ബലിയായി തീർന്ന് കുരിശ് മരണത്തിലൂടെ എനിക്കും സ്വർഗത്തിനും ഇടയിലുള്ള ഗ്യാപ്പ് അടയ്ക്കുകയാണ്. നമുക്കും സ്വർഗത്തിനുമിടയിൽ, ഭൂമിക്കും സ്വർഗത്തിനുമിടയിൽ നമുക്കും ദൈവവുമായുള്ള ആ അകലം ഇല്ലാതെയാക്കി ഈശോ കുരിശെന്ന ഗോവണി, കുരിശെന്ന പാലം, കുരിശെന്ന പാത, കുരിശെന്ന മാർഗം പണിത് അങ്ങനെ ആ ഗ്യാപ്പ് ഇല്ലാതാക്കാണ്. അപ്പോൾ കുരിശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ കുരിശ് രക്ഷയുടെ പ്രതീകമാണ്, അഥവാ സ്വർഗവുമായി എന്നെ ബന്ധിപ്പിക്കുന്ന പാലമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ചിത്രത്തിൽ അതിൻ്റെ മേലെ ഒരു കുരിശ് കാണുകയാണെങ്കിൽ അതിൽ നിന്ന് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? സ്നേഹം ഘനീഭവിച്ചാണ് കുരിശുണ്ടായത്. സ്നേഹം ഖരരൂപം പൂണ്ടതാണ് കുരിശ്. സ്നേഹം ഖരരൂപം പൂണ്ടതാണ്, ഘനീഭവിച്ചതാണ് കുരിശ്. നമുക്ക് വേണ്ടി ഈശോ ഈ കുരിശ് മരണം, ശരിക്കും പറഞ്ഞാൽ കുരിശ് മരണത്തോടനുബന്ധിച്ച് ഈശോ കടന്നുപോയ ത്യാഗം, സഹനം, അതിൻ്റെ തീവ്രത, ഭീകരത നമ്മളിങ്ങനെ ഓരോന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. എങ്ങനെ ഒരു മനുഷ്യന് സാധിക്കും? എങ്ങനെ ഒരു മനുഷ്യന് സാധിക്കും? ഒരു പക്ഷേ നമ്മൾ കുറേ പേരെങ്കിലും കരുതുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോൾ ഈശോ ദൈവമല്ലേ, ഈ ദൈവത്തിന് ഇതൊക്കെ സാധിക്കും, ഈശോ ദൈവമായതുകൊണ്ട് ഇതൊക്കെ സാധ്യമായൊരു കാര്യം. ആ വിധത്തിലാണ് പലരും ചിന്തിക്കുക. നമ്മളൊരു കാര്യം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത്, ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം മനുഷ്യനായി തീർന്നു എന്ന് പറയുമ്പോൾ തിരിച്ചറിയേണ്ടത് മാനുഷികതയുടെ പരിമിതികളിലേക്കാണ് ദൈവം കടന്നു വരുന്നത്. മാനുഷികതയ്ക്ക് പരിമിതികളുണ്ട്, ദൈവത്തിന് പരിമിതികളില്ല. പക്ഷെ ഒരു മനുഷ്യന് മാനുഷികതയ്ക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. ആ പരിമിതികളിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. ഒരു ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരാൾ അടിച്ചു, അല്ലെങ്കിൽ ഒരു വടി കൊണ്ട് അടിച്ചു എന്ന് കരുതുക, എനിക്ക് വേദനിക്കും. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരാൾ വടി കൊണ്ട് അടിച്ചാൽ ഇതേ വേദന ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും. അപ്പോൾ ആ മാനുഷിക പരിമിതികളിലേക്ക്, എന്ന് വെച്ചാൽ ഈശോ കടന്നുപോയ അതേ സഹനങ്ങൾ നമ്മൾ കടന്നുപോയാൽ, നമ്മൾ കടന്നു പോകേണ്ടി വന്നാൽ, ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു മനുഷ്യന് ഒരിക്കലും സാധാരണഗതിയിൽ ചിന്തിച്ച് സാധിക്കാത്തൊരു കാര്യം, എങ്ങനെ ഈശോ തൻ്റെ മാനുഷികതയുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് ഈ സഹനങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നുപോയി എന്ന് ചോദിച്ചാൽ ഒറ്റേ ഉള്ളൂ, കുരിശ് ഈശോയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം ഘനീഭവിച്ച് രൂപാന്തരപ്പെട്ടതാണ്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമ കാണുമ്പോൾ നമ്മളെ അതിൽ കുറേ രംഗങ്ങൾ വല്ലാതെ സ്വാധീനിക്കാറുണ്ട്. അതെനിക്ക് ഒത്തിരി നേരം ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആ സിനിമയിൽ കാണുന്ന ഒരു ഈശോയുടെ തോളിലേക്ക് കുരിശെടുത്ത് വെക്കുമ്പോൾ ഈശോ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ആ കുരിശിങ്ങനെ വാരി പുണർന്ന് കുരിശിനെ ചുംബിക്കുകയാണ്. തന്നെ തറച്ചു കൊല്ലാൻ പോകുന്ന കുരിശിനെ, അത്രയും നാൾ വിശുദ്ധ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് കാണാം, കുരിശിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്, കുരിശിനെ ശാപത്തിൻ്റെ അടയാളമായി കണ്ടിരുന്നൊരു കാര്യം. പക്ഷെ ഈശോ ആ കുരിശിനെ വാരി പുണർന്ന് ചുംബിക്കുകയാണ്. കാരണം സ്നേഹം ഘനീഭവിച്ച് രൂപപ്പെട്ടതാണ് കുരിശ്, സ്നേഹം ഖരരൂപം പൂണ്ടതാണ് കുരിശ്.
അപ്പോൾ ഹൃദയത്തിൻ്റെ മേലെ കാണുന്ന ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ സ്നേഹം ഘനീഭവിച്ചതാണ്, സ്നേഹം ഖരരൂപം പൂണ്ടതാണ് എന്ന ചിന്ത നമ്മുടെ പ്രാർത്ഥനയുടെ, നമ്മുടെ ധ്യാനത്തിൻ്റെ വിഷയമാക്കി നമുക്ക് മാറ്റാൻ പറ്റണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങൾ വീശിക്കൊണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി അടുത്തതായിട്ട് ഈ ഹൃദയത്തിൻ്റെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? അഗ്നിജ്വാലകൾ, അഗ്നിനാവുകൾ. അഗ്നിജ്വാലകൾ അഥവാ അഗ്നിനാവുകൾ. അഗ്നി എന്തിൻ്റെ പ്രതീകമാണ്? അഗ്നി എന്തിൻ്റെ പ്രതീകമാണ്? എന്തിൻ്റെയാണ്? പല ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത് നമ്മൾ കാണുക അഗ്നി ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായി വരുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തിൻ്റെ. പഴയ നിയമത്തിൽ മോശയ്ക്ക് മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടത്, ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ എങ്ങനെയായിരുന്നു? മുൾപടർപ്പിൽ അഗ്നിയായിട്ടാണ് വരുന്നത്. മുൾപടർപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ അത് മുൾപടർപ്പ് ദഹിച്ച് ഇല്ലാതെ ആകുന്നില്ല. അപ്പോൾ അത് ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു അഗ്നി. ഇതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കർത്താവ് വഴി നടത്തുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി എന്തായിട്ടുമാണ് വഴി നടത്തിയത്? അഗ്നിത്തൂണായിട്ടാണ് വഴി നടത്തിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നി ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് അവിടെ കാണാണ്. ഇനി പെന്തക്കുസ്ത തിരുനാളിലേക്ക് വരുമ്പോൾ, പെന്തക്കുസ്ത ദിനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നത് ഏത് രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് ശിഷ്യരുടെ മേൽ എഴുന്നള്ളി വന്നത്? ഏത് രൂപത്തിലാ? അഗ്നിനാവുകളുടെ രൂപത്തിലാണ്. അപ്പോൾ അഗ്നി ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മേലെ ഉയരുന്ന ഈ അഗ്നി എന്തായിട്ടാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? ഹൃദയത്തിൻ്റെ മേലെ ഉയരുന്ന ഈ അഗ്നി ഒരു എരിച്ചിലിനെ സൂചിപ്പിക്കുകയാണ്. എന്തെരിച്ചിൽ? നെഞ്ചരിച്ചിലല്ല. എന്തെരിച്ചിൽ? എന്തിൻ്റെ എരിച്ചിലാണത്? ഇത് സ്നേഹത്തിൻ്റെ എരിച്ചിലാണ്. സ്നേഹം കൊണ്ട് ഇങ്ങനെ കത്തി ജ്വലിക്കുക കർത്താവ്. സ്നേഹം കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച്. അതായത് സ്നേഹം എന്ന് പറയുന്നത് നിരന്തരം തുടരുന്നൊരു പ്രക്രിയ. ഓരോ നിമിഷവും സൂര്യൻ എപ്പോഴും പ്രകാശം തന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയണ പോലെ. സൂര്യൻ ഒരിക്കലും അസ്തമിക്കുന്നില്ലല്ലോ. സൂര്യൻ എപ്പോഴും 24 മണിക്കൂർ സൂര്യനിൽ നിന്ന് പ്രകാശം വന്നുകൊണ്ടിരിക്കും എന്ന് പറയണ പോലെ ഈശോയിൽ നിന്ന് ഈ സ്നേഹം, മാനവ കുലത്തോടുള്ള സ്നേഹം, മനുഷ്യവംശത്തോടുള്ള സ്നേഹം, നമ്മൾ ഓരോരുത്തരോടുള്ള സ്നേഹം, അങ്ങനെ എരിഞ്ഞ് നിരന്തരം ഈ സ്നേഹത്തിൻ്റെ ജ്വാല എങ്ങനെ ഈ കർത്താവിൻ്റെ ചങ്കിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുക. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ അഗ്നിനാവുകൾ. അപ്പോൾ ഈ ഹൃദയത്തിൻ്റെ മേലെ കാണുന്ന അഗ്നിനാവുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം തിരിച്ചറിയാനായിട്ട് പറ്റണം. നമ്മൾ ഈ മർഗരീത്ത മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഈശോ ഈ മർഗരീത്ത മറിയത്തോട് പറയുന്ന ഒരു കാര്യം നമ്മളതിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ തീജ്വാലകളെ ഇനി തടയാൻ കഴിയുകയില്ല. എൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ തീജ്വാലകൾ എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ ഈ അഗ്നിയെ, സ്നേഹത്തിൻ്റെ ഈ എരിച്ചിലിനെ അത് തടഞ്ഞു നിർത്തുക സാധ്യമല്ല എന്നും. എപ്പോഴും സ്നേഹത്തിൻ്റെ അഗ്നി ഇങ്ങനെ ഈശോയിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തിരുഹൃദയത്തിൻ്റെ ഈ ഒരു മാസം, ജൂൺ മാസം, എല്ലാ ദിവസവും കുർബാനയൊക്കെ കഴിയുമ്പോൾ, നമ്മുടെ ദേവാലയത്തിൽ വിശുദ്ധ ബലി കഴിയുമ്പോൾ നമ്മൾ തിരുഹൃദയത്തിൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ തിരുഹൃദയ ജപം ചൊല്ലാറുണ്ട്. നിങ്ങൾ വീടുകളിലും ചൊല്ലുന്നവർ ഒരു പക്ഷേ ഉണ്ടാകാം. ഈ തിരുഹൃദയ ജപത്തിൻ്റെ അവസാനം സുഹൃത ജപങ്ങൾ ചൊല്ലാറുണ്ട്. അതിലൊരു സുഹൃത ജപം ഏകദേശം അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോഴാണ്, 28-ാം തീയതി 29, കൃത്യം ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല, അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോഴാണ് മനോഹരമായൊരു സുഹൃത ജപമുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത ജപം അതാണ്. ആ സുഹൃത ജപം ഇങ്ങനെയാണ്: എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. നമുക്കൊന്ന് ഏറ്റു പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞ്, എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. പഠിച്ചോ? ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഏറ്റു പറയാം, പറയുന്നതോടൊപ്പം പഠിക്കാൻ ശ്രമിക്കുക. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. പഠിച്ചോ? ഒന്നുകൂടെ പറയാം, അതിനുശേഷം നിങ്ങൾ തനിച്ച് പറയണം. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ ഏറ്റു പറയാം. നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഇനി നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ: എന്നോടുള്ള സ്നേഹത്താൽ കത്തിയെരിയുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഇത് നമുക്കൊന്ന് മനഃപ്പാഠമാക്കാം. നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലെ ഈ പ്രാർത്ഥനയൊന്ന് മാറിയ നല്ലതാണ്. ഈശോ അതുപോലെ കത്തിജ്വലിക്കുന്ന ഹൃദയത്തോടെ നമ്മളെ സ്നേഹിക്കുന്നു. തിരിച്ചതുപോലെ ഈശോയെ സ്നേഹിക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. ഇതാണ് നമുക്ക് മൂന്നാമതായിട്ട് അഗ്നിനാവുകൾ, അഗ്നിജ്വാല കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി നാലാമതായി ഈ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നാലാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്?
3 കാര്യങ്ങൾ പറഞ്ഞു: മുള്ളുകൊണ്ടുള്ള ആവരണം, കുരിശ്, തീജ്വാല. 4-മതായിട്ട് കാണുന്നത് എന്താണ്? തിരുഹൃദയത്തിൻ്റെ ചിത്രത്തിൽ മുറിവ്, വലിയൊരു മുറിവ് നമുക്ക് കാണാം. ഈ മുറിവിൻ്റെ പ്രത്യേകതകൾ പറയാവോ? തിരുഹൃദയത്തിൽ കാണുന്ന മുറിവിൻ്റെ പ്രത്യേകതകൾ പറയുക. യേശുവിൻ്റെ ചങ്കിലെ മുറിവ് അല്ലെങ്കിൽ തിരുഹൃദയത്തിലെ മുറിവിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ചില പ്രത്യേകതകൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. 1-മത്തെ മുറിവ്, ഇത് ഏറ്റവും അവസാനത്തെ മുറിവാണ്. അതിനുശേഷം പിന്നെ മുറിവൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും ഈശോയുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ ഉണ്ടായിരുന്നു. അത് ഏറ്റവും അവസാനം കിട്ടിയ മുറിവാണ് ഈ ചങ്കിലെ മുറിവ്. 2-മത്തെ ഒരു പ്രത്യേകത, ഇത് മരിച്ചതിന് ശേഷം ഉണ്ടായ മുറിവാണ്. മരിക്കുന്നതിന് മുമ്പുള്ള മുറിവല്ല. ബാക്കിയുള്ള എല്ലാ മുറിവും മരിക്കുന്നതിന് മുമ്പാണെങ്കിൽ ഈ മുറിവ് മാത്രം മരിച്ചതിന് ശേഷമുള്ള മുറിവാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെ വലിയ പ്രത്യേകത 3-മത്തെ പ്രത്യേകതയാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ അവശേഷിപ്പിച്ച മുറിവാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ അവശേഷിപ്പിച്ച മുറിവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ശരീരത്തിൽ കുരിശുമരണത്തോടനുബന്ധിച്ച് ആകെ എത്ര മുറിവുകൾ ഉണ്ടായിരുന്നു അറിയാവോ? അതൊക്കെ എണ്ണി നോക്കാൻ പറ്റണ വല്ല കാര്യമാണോ? നമുക്ക് എണ്ണി നോക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ ഈശോ ഇത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ചില വിശുദ്ധർക്ക്. അതിലൊരു വിശുദ്ധയാണ് ബ്രിജീത്ത പുണ്യവതി. ബ്രിജീത്ത പുണ്യവതിക്ക് കിട്ടിയ ദർശനം അനുസരിച്ച് ബ്രിജീത്ത പുണ്യവതി പറയണത്, ഈശോയുടെ കുരിശുമരണത്തോടനുബന്ധിച്ച് ഈശോ ആകമാനം ഏറ്റുവാങ്ങിയ മുറിവുകളുടെ എണ്ണം 5480 മുറിവുകൾ. 5480 മുറിവുകൾ യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ബ്രിജീത്ത എന്ന വിശുദ്ധയിലൂടെ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം അതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം. ഈ 5480 മുറിവുകളോടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട ഈശോ ഉയർത്തെഴുന്നേറ്റ സമയത്ത് ബാക്കി എത്ര മുറിവുണ്ടായിരുന്നു? എത്ര മുറിവുണ്ടായിരുന്നു? പറ. 5 മുറിവുകൾ. ഏതൊക്കെയാണത്? 2 കൈകളിലെ മുറിവുകൾ, 2 കാലുകളിലെ മുറിവ്, പിന്നെ ചങ്കിലെ മുറിവ്. ഇങ്ങനെ മൊത്തം 5 മുറിവാണ് ബാക്കി ഉണ്ടായിരുന്നത്. ബാക്കി മുറിവുകളൊക്കെ ഉണങ്ങിപ്പോയി. പക്ഷേ ഈ 5 മുറിവുകൾ അവശേഷിച്ചു. എന്തായിരിക്കാം കാരണം? ഞാൻ വെറുതെ കുട്ടികളുടെ ധ്യാനത്തിൽ ചുമ്മാ ചോദിച്ചു, മക്കളെ എന്തായിരിക്കും ആ 5 മുറിവുകൾ മാത്രം അവശേഷിച്ചത് ഉത്ഥാനത്തിന് ശേഷം? വെറുതെ പിള്ളേരോട് ചോദിച്ചതാണ്. അപ്പോൾ ഒരുത്തൻ പറയാണ്, എൻ്റെ അച്ഛ ആകെ 2 ദിവസമല്ലേ കിട്ടിയുള്ളൂ, ഒരു 10 ദിവസം കിട്ടിയെങ്കിൽ അതും കൂടെ ഉണക്കിയിട്ട് വരായിരുന്നു എന്ന്. എന്താ പിള്ളേർ അങ്ങനത്തെ ഉത്തരമൊക്കെ പറയും. അപ്പം എന്താണ് കാരണം ഈ 5 മുറിവുകൾ ഈശോ അവശേഷിപ്പിച്ചത്? ഉത്തരം ഞാൻ പിന്നീട് പറയാം. തൽക്കാലം അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വെച്ചോ. ഈ 5 മുറിവ് എന്തിനാണ് ഈശോ അവശേഷിപ്പിച്ചത്? അതായത് അപ്പോൾ ഉത്ഥാനത്തിന് ശേഷം അവശേഷിച്ച 5 മുറിവാണ്. ഉത്ഥാനത്തിന് ശേഷം അവശേഷിപ്പിച്ച 5 മുറിവുകളിൽ ഒരു മുറിവാണ് ഈ ചങ്കിലെ മുറിവ് അല്ലെങ്കിൽ ഹൃദയത്തിലെ മുറിവ് എന്ന് പറയുന്നത്. ഹൃദയത്തിലെ മുറിവ്. ഇനി 4-മതൊരു പ്രത്യേകതയുണ്ട് ആ മുറിവിന്. എന്താ പ്രത്യേകത? തോമാസ് ലിഹായ്ക്ക് ക്ഷണം കിട്ടിയ മുറിവാണ്. തോമാസ് ലിഹായ്ക്ക് ക്ഷണം കിട്ടിയ മുറിവാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് തോമാസ് ലിഹായെ നയിച്ച മുറിവാണ് ഈ ചങ്കിലെ മുറിവ്. ഈശോ തോമാസ് ലിഹായോട് പറയുന്നുണ്ട്, തോമസ്, നിന്റെ കൈകൾ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ പാർശ്വത്തിൽ നിന്റെ കൈ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയാവുക. അപ്പോൾ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഉറക്കെ നിലവിളിച്ച് വിശ്വാസ സത്യം ഏറ്റുപറയാൻ തോമാസ് ലിഹായ്ക്ക് തെളിവായി മാറിയ മുറിവാണ് ചങ്കിലെ ഈ മുറിവ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ യേശുവിൻ്റെ തിരുഹൃദയത്തിലെ മുറിവ്. ആ മുറിവ് നോക്കുമ്പോൾ ചില പ്രത്യേകതകൾ കാണാൻ സാധിക്കുക. 1, മരിച്ചതിന് ശേഷമുള്ള മുറിവ്. 2, ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിലായി ഈശോയ്ക്ക് ഏറ്റ മുറിവ്. 3, ഉത്ഥാനത്തിന് ശേഷം അവശേഷിച്ച മുറിവ്. 4, തോമാസ് ലിഹായ്ക്ക് ക്ഷണം ലഭിച്ച വിശ്വാസത്യം ഏറ്റുപറയാൻ കാരണമായ മുറിവ്. ഇങ്ങനെ 4 പ്രത്യേകത, 4 കാര്യങ്ങൾ ആ മുറിവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ ചോദിച്ചു, എന്തിനാണ് ഈ മുറിവുകൾ 5 ഈശോ അവശേഷിപ്പിച്ചതെന്ന്. പല വ്യാഖ്യാനങ്ങൾ, പല കാരണങ്ങൾ അത് പറയാറുണ്ട്. അതിലൊരു കാരണം ഇത് തന്നെയാണ്. ഈ ക്രിസ്തു യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റു, മരിച്ച് അടക്കം ചെയ്യപ്പെട്ട അതേ ക്രിസ്തു തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ് ഇതാ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നതെന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ ഈ മുറിവുകൾ അവശേഷിപ്പിക്കണമായിരുന്നു. അത് ഫുൾട്ടൻ ജേഷ്യൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു പേര്? ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ, അങ്ങനെ പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? കുറേ പേര് കേട്ടിട്ടുണ്ട്. ബിഷപ്പ് ഫുൾട്ടൻ ജേഷ്യൻ അദ്ദേഹം പറയുന്നൊരു വാക്യ പ്രകാരമാണ്, യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തുവാണ്, യഥാർത്ഥ സഭ മുറിവേറ്റ സഭയാണ്, യഥാർത്ഥ ക്രിസ്ത്യാനി മുറിവേറ്റ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ക്രിസ്തു യഥാർത്ഥ ക്രിസ്തു ആകുന്നത് മുറിവേറ്റതുകൊണ്ടാണ്. ആ മുറിവുകൾ അവശേഷിക്കുമ്പോൾ നമുക്ക് ആ മുറിവിലേക്ക് നോക്കിയ ക്രിസ്തു യഥാർത്ഥ ക്രിസ്തുവാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ മുറിവുകളിലേക്ക് നോക്കുമ്പോഴാണ്. 2-മതൊരു വ്യാഖ്യാനം എന്തുകൊണ്ട് അവശേഷിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യാഖ്യാനം, എല്ലാ മുറിവുകളും ഉണങ്ങാനുള്ളതല്ല. നമ്മൾ പലപ്പോഴും എല്ലാ മുറിവും ഉണങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ ഓർക്കുക, എല്ലാ മുറിവുകളും ഉണങ്ങാനുള്ളതല്ല. അല്ലെങ്കിൽ പിന്നെ ഈശോയ്ക്ക് ഇത് 5 പരിഹരിക്കാമായിരുന്നല്ലോ. എല്ലാ മുറിവുകളും ഉണങ്ങാനുള്ളതല്ലെന്നേ. ചില മുറിവുകൾ അതങ്ങനെ നിൽക്കും. അതെന്തിനാ ആ മുറിവുകളെ? ഇപ്പോൾ ഈശോയുടെ ഈ 5 മുറിവുകളെ പൊതുവെ നമ്മളെന്താ വിശേഷിപ്പിക്കുക? എന്ത് മുറിവെന്നാ?
തിരുമുറിവുകൾ എന്ന് വിശേഷിപ്പിക്കുക. യേശുവിൻ്റെ ശരീരത്തിലുള്ള എല്ലാ മുറിവുകളും തിരുമുറിവ് തന്നെയാണ്. പക്ഷെ നമ്മൾ പൊതുവെ തിരുമുറിവ് എന്ന് പറയുമ്പോൾ ഈ അഞ്ച് മുറിവുകളാണ് മനസ്സിലേക്ക് വരിക ഈശോയുടെ ശരീരത്തിലെ. അപ്പോൾ ചില മുറിവുകൾ രൂപാന്തരപ്പെടാനുള്ളതാണ്, തിരുമുറിവുകളായി രൂപാന്തരപ്പെടാനുള്ളതാണ്. അപ്പം എല്ലാ മുറിവുകളും ഉണങ്ങാനുള്ളതല്ല, സുഖപ്പെടാനുള്ളതല്ല. ചില മുറിവുകൾ, അതായത് ചില വേദനകൾ, ചില സഹനങ്ങൾ കർത്താവ് നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ എന്തൊക്കെയോ ചില വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, വലിയ നന്മകൾക്ക് വേണ്ടി ചിലപ്പോൾ അവശേഷിപ്പിച്ചേക്കാം. ചില വേദനകൾ, ചില സഹനങ്ങൾ, ചില നൊമ്പരങ്ങൾ, ചിലത് തുടരാൻ കർത്താവ് ഒരു നിശ്ചിത കാലത്തേക്കോ ചിലപ്പോൾ കുറേ നാളത്തേക്കോ ദൈവം അനുവദിച്ചേക്കാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി നമുക്ക് ബോധ്യപ്പെടാൻ ഈശോ അവശേഷിപ്പിച്ചതാണ് ഈ മുറിവ്. ഈശോയ്ക്ക് നമ്മളോടുള്ള സ്നേഹം, അത് ഈശോയ്ക്ക് നമ്മളെ ബോധിപ്പിക്കുക, നമുക്കത് മനസ്സിലാകണമെങ്കിൽ ഇത് വേണമായിരുന്നു. അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്നുള്ളത് പിന്നീട് മറ്റൊരു ഇത് പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇപ്പോൾ പ്രിയപ്പെട്ട, ഇതാണ് 4 പ്രത്യേകതകളായി യേശുവിൻ്റെ ചങ്കിലെ, ഹൃദയത്തിലെ മുറിവിൻ്റെ പ്രത്യേകതകളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? തിരുഹൃദയ ചിത്രത്തിൽ അഞ്ചാമതായിട്ട് കാണുന്നത് എന്താണ്? അഞ്ചാമത്തെ പ്രത്യേകത, അഞ്ചാമത്തെ സവിശേഷത എന്താണ് ചിത്രത്തിൽ? അഞ്ചാമത്തെ കാര്യം, 1 നമ്മൾ മുള്ളുകൊണ്ടുള്ള ആവരണത്തെക്കുറിച്ച് പറഞ്ഞു, 2 നമ്മൾ കുരിശ്, 3 അഗ്നിജ്വാലകൾ, 4 ചങ്കിലെ മുറിവ്. അഞ്ചാമത്തെ കാര്യം തിരുജലവും തിരുനിണവും, തിരുജലവും അല്ലെങ്കിൽ തിരുരക്തവും തിരുജലവും. ഈ തിരുരക്തത്തിൻ്റെയും തിരുജലത്തിൻ്റെയും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ചങ്കിലെ മുറിവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിനും തിരുജലത്തിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് യേശുവിൻ്റെ ശരീരത്തിലുള്ള സകല രക്തവും പോയല്ലോ, എങ്കിലും ഇതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? തിരുമുറിവിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞ പോലെ തിരുജലത്തിനും തിരുനിണത്തിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ചങ്കിൽ നിന്ന് വരുന്ന തിരുനിണത്തിനും തിരുജലത്തിനും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എന്താണ്? പടയാളിയുടെ കണ്ണ് സുഖപ്പെട്ടത്. ഓക്കെ. വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ശരിയാണ്. ഓക്കെ. പാരമ്പര്യമായിട്ട് നമ്മൾ വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ആ കുത്തിയ ആളിൻ്റെ ഒരു കണ്ണ്, ലൊങ്കിനൂസ് എന്നോ മറ്റൊന്നാണ് ആളുടെ പേര്. ആളുടെ ഒരു കണ്ണ് അന്ധമായിരുന്നു. ആ കണ്ണിലേക്ക് ഈ രക്തം വന്ന് വീണപ്പോൾ കണ്ണ് തുറന്നു, കാഴ്ച കിട്ടി എന്നുള്ളത് പരമ്പരാഗതമായി നമ്മളങ്ങനെ കരുതിപ്പോരുന്ന, അതൊരു കഥ പോലെ കരുതിപ്പോരുന്ന ഒന്നാണ്. ബൈബിളിൽ അതില്ല, എന്നാലും അങ്ങനെ ഒരു കാര്യം നമ്മൾ കേൾക്കാറുള്ളതാണ്. വേറെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ തിരുമുറിവിൻ്റെ, ചങ്കിലെ മുറിവിൻ്റെ കാര്യത്തിൽ എന്ന പോലെ ഈ രക്തത്തിനും ജലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് അവസാന തുള്ളി രക്തമാണ്, ജലമാണ്. ഇനി ഒന്നുമില്ല, ബാക്കി എല്ലാം തന്നു. ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ഞാൻ വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ട് ഇതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഇവിടെയുള്ള ഞങ്ങൾ അച്ഛന്മാർ CMI അച്ഛന്മാരാണ്. ഞങ്ങളുടെ സഭ CMI സന്യാസ സഭ, അത് വിശുദ്ധ ചാവറപിതാവിനാൽ സ്ഥാപിതമായ സഭയാണ്. ഈ സന്യാസഭയുടെ പ്രധാന പഠനഗൃഹം അല്ലെങ്കിൽ അതിൻ്റെ മേജർ സെമിനാരി എന്ന് പറയും. ഈ മേജർ സെമിനാരി ഉള്ളത് ബാംഗ്ലൂരിൽ ധർമാരം കോളേജ് അല്ലെങ്കിൽ ധർമാരം സെമിനാരി എന്നാണ് അറിയപ്പെടുക. ഈ ധർമാരം സെമിനാരി, ആ ധർമാരം എന്നുള്ള വാക്ക് എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ധർമ്മങ്ങളുടെ ആരാമം എന്നാണ് ധർമാരാമിൻ്റെ അർത്ഥം. ധർമ്മങ്ങളുടെ ആരാമം എന്ന് പറഞ്ഞാൽ എന്താ? ആരാമം, പൂന്തോട്ടം, ഗാർഡൻ, പൂന്തോട്ടം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആകെ അറിയാവുന്ന ധർമ്മം ഇതാണല്ലേ, ധർമ്മം യാചിക്കുക. വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ധർമ്മത്തിന് പുണ്യങ്ങൾ എന്നൊരു അർത്ഥമുണ്ട്, പുണ്യങ്ങൾ. അപ്പോൾ പുണ്യങ്ങളുടെ പൂന്തോട്ടം അഥവാ ഗാർഡൻ ഓഫ് വെർച്യു എന്നാണ് ധർമാരാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാർഡൻ ഓഫ് വെർച്യു അഥവാ പുണ്യങ്ങളുടെ പൂന്തോട്ടം എന്ന് പറയുമ്പോൾ അതെന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? ശരിക്കും അത് പ്രതീകാത്മകമായിട്ട് അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എല്ലാ പുണ്യങ്ങളുടെയും, എല്ലാ സുഹൃതങ്ങളുടെയും, എല്ലാ നന്മകളുടെയും വിളനിലമായി, പൂന്തോട്ടമായി, ഗാർഡനായി നിലകൊള്ളുന്നത് എന്താണ്? അത് ഈശോയുടെ തിരുഹൃദയം, ഈശോയുടെ തിരുഹൃദയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധർമാരാം എന്ന പേര്. അതായത് എല്ലാ പുണ്യങ്ങളുടെയും എല്ലാ സുഹൃതങ്ങളുടെയും പൂന്തോട്ടമായ യേശുവിൻ്റെ തിരുഹൃദയത്തെ സൂചിപ്പിക്കാനാണ് ധർമാരാം എന്ന പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അവിടുത്തെ ആ സെമിനാരിലെ ഏറ്റവും വലിയ തിരുനാൾ, എന്താ പറയുക, അവിടെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് നടക്കുന്ന തിരുനാൾ തിരുഹൃദയ തിരുനാളാണ്. ഭയങ്കര ആഘോഷം, വലിയ ആഘോഷമാണ്. കാരണം അത് തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സെമിനാരി ആയതുകൊണ്ട് ഏറ്റവും വലിയ ആഘോഷം തിരുഹൃദയ തിരുനാളിനാണ്. അപ്പോൾ ഈ ഓരോ തിരുനാളാഘോഷം വരുമ്പോഴും ഓരോ ബാച്ചുകാർക്ക് ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിക്കും, ഓരോ ജോലികൾ ഏൽപ്പിക്കും. ഓരോ ബാച്ച് എന്ന് പറഞ്ഞാൽ അവിടെ 6 സെക്ഷനാണുള്ളത്. ഫിലോസഫി ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, പിന്നെ തിയോളജി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, പിന്നെ ഡിഗ്രി സെക്ഷൻ, അങ്ങനെ 6 സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഡെക്കറേഷൻ്റെ ചുമതല, തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് ഡെക്കറേഷൻ്റെ ചുമതല സാധാരണഗതിയിൽ ഫിലോസഫി സെക്കൻഡ് ഇയേഴ്സിനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ ഫിലോസഫിക്ക് പഠിക്കാൻ വന്ന സമയത്ത് ഫസ്റ്റ് ഇയേഴ്സ് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ് ആ തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് ദേവാലയം അലങ്കരിച്ചത് ഇന്നും എൻ്റെ മനസ്സിലൊരു ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട്.
അതിൻ്റെ കാരണം അതിൽ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. വേറൊന്നുമല്ല, മനോഹരമായിട്ട് പള്ളിയൊക്കെ അലങ്കരിച്ചു. എല്ലാ വർഷവും മനോഹരമായിട്ട് തന്നെ അലങ്കരിക്കാറ്. ഒരു വലിയ ഹൃദയ ചിത്രം, തിരുഹൃദയത്തിൻ്റെ വലിയൊരു ചിത്രം, മനോഹരമായൊരു ചിത്രം, അത് കണ്ടു കഴിഞ്ഞാൽ ജീവനുണ്ടെന്ന് തോന്നും വിധം തെർമോക്കോൾ കൊണ്ട് മനോഹരമായിട്ടൊരു ഒരു 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 സ്ട്രക്ചർ, ഹൃദയത്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി ആൾത്താരയുടെ നടുവിൽ തന്നെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മധുബഹായിൽ കുരിശിനോട് ചേർന്ന് ഉണ്ടായിരുന്നു. അതും സാധാരണ എല്ലാ തിരുനാളുകളും പൊതുവെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആ വർഷമുള്ളൊരു വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതാണ്. ആ ഹൃദയത്തിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സ്ട്രക്ചറിലേക്ക് നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽ പെടുക മുറിവാണ്. ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന തിരുജലവും തിരുനിണവും, അതാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരിക. പെട്ടെന്ന് നമ്മുടെ ആകർഷണം മുഴുവൻ അതിലേക്ക് പോവുക. ആ ഹൃദയം ആ രീതിയിലാണ് അവർ അങ്ങനെ ചിത്രീകരിച്ചിരുന്നത്. ഇതിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, മുകളിൽ ഒരു കൊച്ചു വാചകം എഴുതി വെച്ചിരുന്നു. കൊച്ചു വാചകം, രണ്ട് വാക്കുള്ളൂ, കൊച്ചു വാചകം. ആ വാചകം ഇങ്ങനെയാണ്: ഒന്നും ബാക്കി വെക്കാതെ, ഒന്നും ബാക്കി വെക്കാതെ, പിന്നെ 3 ഡോട്ട്. ഇനി നമ്മൾ ചിന്തിക്കണം, നമ്മൾ ധ്യാനിക്കണം, നമ്മൾ മനസ്സിലാക്കണം എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ എന്നുള്ളത്. ഒന്നും ബാക്കി വെക്കാതെ, ഒന്നും ബാക്കി വെക്കാതെ. ഈ വാചകം വായിച്ച് തിരുഹൃദയത്തിലേക്ക്, പ്രത്യേകിച്ച് തിരുമുറിവിലേക്ക്, അതിൽ തന്നെ ഒഴുകിയിറങ്ങുന്ന തിരുനിണത്തിലേക്ക്, തിരുജലത്തിലേക്ക് നോക്കിയാൽ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ധ്യാനിക്കാൻ മാത്രം ഒരുപാട് കാര്യങ്ങൾ അത് നമ്മളുടെ മുൻപിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താ അത് പറയാതെ പറഞ്ഞു വെക്കുന്ന കാര്യം? ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാം തന്ന് സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് തിരുഹൃദയം. ഒന്നും ബാക്കി വയ്ക്കാതെ, തനിക്ക് വേണ്ടി ഒന്നും ബാക്കി വയ്ക്കാതെ, തനിക്ക് വേണ്ടി ഒന്നും സ്വന്തമായിട്ട് ശേഷിപ്പിക്കാതെ എല്ലാം നമുക്ക് തന്ന് സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് തിരുഹൃദയം. ഈശോ തിരുഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി മൗനമായി നമ്മളോട് പറയണത് എന്താണ്? മോളെ, നിനക്ക് തരാതെ എനിക്ക് വേണ്ടി ഞാനൊന്നും മാറ്റി വെച്ചിട്ടില്ല. നിനക്ക് തരാതെ എന്താ എൻ്റെ കയ്യിലുള്ളത്? എൻ്റെ അമ്മയെ നിനക്ക് അമ്മയായി ഞാൻ തന്നില്ലേ? കുരിശിൽ പ്രാണൻ ശരീരത്തിൽ നിന്ന് വേർപ്പെടാൻ വെമ്പി നിൽക്കുന്ന നേരവും ഈശോ മറക്കാതെ നമുക്ക് തന്ന അന്ത്യസമ്മാനമാണ് സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായിട്ട് തന്നു. എൻ്റെ സഹായകനെ നിനക്ക് സഹായകനായിട്ട് തന്നില്ലേ? ലോകാവസാനം വരെ നിന്നെ സഹായിക്കാൻ എൻ്റെ സഹായകനെ, പരിശുദ്ധാത്മാവിനെ നിനക്ക് സഹായകനായിട്ട് ഞാൻ തന്നില്ലേ? യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നത്. ഇനി എൻ്റെ അപ്പായെ നിനക്ക് അപ്പയായിട്ട് ഞാൻ തന്നില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്ത് നമ്മൾ പുത്ര സ്ഥാനം നഷ്ടപ്പെടുത്തിയവരാ. ദൈവപുത്രി സ്ഥാനം നമ്മൾ നഷ്ടപ്പെടുത്തി പാപം ചെയ്തപ്പോൾ അപ്പോൾ അതിനൊരു പരിഹാരം ആവശ്യമായിരുന്നു. ആ പരിഹാര ബലി ഈശോ പൂർത്തിയാക്കിയപ്പോൾ വീണ്ടും നമ്മൾ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർന്നു. എന്ന് വെച്ചാൽ വീണ്ടും സ്വർഗീയ പിതാവ് നമ്മുടെ അപ്പയായിട്ട് മാറാണ്. അപ്പോൾ എൻ്റെ അപ്പയെ നിനക്ക് ഞാൻ തന്നില്ലേ? എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് സമ്മാനമായി നൽകി, എൻ്റെ സഹായകനെ ഞാൻ നിനക്ക് സഹായകനായി നൽകി, എൻ്റെ സ്വർഗീയ അപ്പയെ ഞാൻ നിനക്ക് അപ്പയായിട്ട് നൽകി. ഇതാ എൻ്റെ ശരീരം നിനക്ക് ഞാൻ ഭക്ഷണമായിട്ട് നൽകി, എൻ്റെ രക്തം ഞാൻ നിനക്ക് പാനീയമായിട്ട് നൽകി. അവസാനം ഉടുതുണി പോലും എനിക്ക് വേണ്ടി ശേഷിപ്പിക്കാതെയാണ് ഞാൻ കുരിശിൽ ബലിയായിട്ട് മാറിയത്. ഉടുതുണി പോലും എനിക്ക് വേണ്ടി ശേഷിപ്പിക്കാതെയാണ് ഞാൻ നിനക്കായി കുരിശിൽ ബലിയായിട്ട് മാറിയത്. അവസാനം മരണശേഷം ഒരു പടയാളി എൻ്റെ ചങ്കിലേക്ക് ആഞ്ഞുകുത്തിയപ്പോൾ അവിടെ അവശേഷിച്ച അവസാന തുള്ളി രക്തവും അവസാന തുള്ളി ജലവും അതും ഞാൻ നിനക്കായി തന്ന് നിന്നെ സ്നേഹിച്ചു. ഇനിയൊന്നും ബാക്കിയില്ല. എല്ലാം തന്ന് നമ്മെ സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് തിരുഹൃദയം. എല്ലാം തന്ന് സ്നേഹിച്ചതിൻ്റെ. സ്നേഹം എന്ന് പറയുമ്പോൾ പല നിർവചനങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. സ്നേഹം എന്നത് നൽകലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്താണ് കർത്താവ് നമുക്ക് നൽകേണ്ടിയിരുന്നത്? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കേണ്ടത്? സ്നേഹം എന്നത് ത്യാഗമാണ്, സഹനമാണ്. അങ്ങനെയാണ് ഇതിൽ കൂടുതൽ എന്താണ് കർത്താവ് സഹിക്കേണ്ടിയിരുന്നത്? എങ്ങനെയാണ് ഇതിൽ കൂടുതൽ കർത്താവ് നമ്മളെ സ്നേഹിക്കേണ്ടിയിരുന്നത്? സ്നേഹമെന്നത് നൽകലാണെങ്കിൽ, സ്നേഹമെന്നത് സഹനമാണെങ്കിൽ ഇതിൽ കൂടുതൽ എന്താ ഇനി കർത്താവ് നമുക്ക് തരാൻ ബാക്കി വെച്ചിട്ടുള്ളത്? എല്ലാം തന്ന് സ്നേഹിച്ചതിൻ്റെ അടയാളമാണ് തിരുഹൃദയം. യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക്, പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്തിലേക്ക്, തിരുജലത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ധ്യാനിച്ച് സ്വന്തമാക്കേണ്ട, പ്രാർത്ഥിച്ച് സ്വന്തമാക്കേണ്ട, സ്നേഹിച്ച് സ്വന്തമാക്കേണ്ട ബോധ്യം ഇതാണ്. ഇനി കർത്താവ് എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. എന്താ കർത്താവ് നമുക്ക് തരാതിരുന്നിട്ടുള്ളത്? എല്ലാം കർത്താവ് നമുക്ക് തന്ന് സ്നേഹിച്ചവനെ, എല്ലാം തന്ന് നമ്മളെ സ്നേഹിച്ച കർത്താവ്. അത് തിരുഹൃദയ ചിത്രത്തിലേക്ക്, പ്രത്യേകിച്ചും ലാസ്റ്റ് ഡ്രോപ്പ്, അവസാന തുള്ളി രക്തം, അവസാന തുള്ളി ജലം പോലും എനിക്കായി തന്ന് എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയാ.
നമ്മൾ തിരുഹൃദയത്തിനെ കുറിച്ച് ധ്യാനിക്കാനുള്ള ശ്രമത്തിൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന നിലയിൽ തിരുഹൃദയ ചിത്രത്തിൻ്റെ 5 സവിശേഷതകളാണ് നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുക, തിരുഹൃദയം യഥാർത്ഥത്തിൽ അത് ഈ സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അത് യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനമാണ്. യേശുവിൻ്റെ വ്യക്തിത്വം പ്രകാശിതമാകാണ് എന്ന് വെച്ചാൽ ആരാണ് ദൈവമെന്ന് ഹൃദയത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, തിരുഹൃദയത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും ആരാണ് ദൈവം. ഇപ്പം ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ നിർവചനം എന്താ? ദൈവത്തിൻ്റെ നിർവചനം എന്താ? യോഹന്നാൻ എന്താണ് ദൈവത്തെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ഹൃദയം സ്നേഹത്തിൻ്റെ പ്രതീകമാണെങ്കിൽ ദൈവത്തിൻ്റെ നിർവചനം തന്നെ സ്നേഹം എന്നാണ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോയുടെ വ്യക്തിത്വം അഥവാ ആരാണ് ദൈവമെന്ന് ഈ തിരുഹൃദയ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുൻപിൽ വെളിവാക്കപ്പെടുകയാണ്. യേശുവിൻ്റെ കരുണയും സ്നേഹവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അനുകമ്പയും അലിവും ആർദ്രതയും എല്ലാം നമ്മുടെ മുൻപിൽ വ്യക്തമാക്കപ്പെടുകയാണ്. തിരുഹൃദയ ധ്യാനം നമ്മളെ സഹായിക്കുന്നത് അതാണ്. തിരുഹൃദയ ധ്യാനം നമ്മളെ സഹായിക്കുന്നത് വ്യക്തമാക്കപ്പെടാണ്. കർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കപ്പെടാണ്. ഇത് അനുഭവിച്ചറിഞ്ഞത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ ഉപമകളിലൂടെ നമ്മളത് വ്യക്തമാകാണ്. ഈശോ അത് തെളിയിച്ചു കൊടുക്കുക. അത്രയും നാൾ ദൈവം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുറേ കൽപ്പനകൾ കൊടുത്ത് ആ കൽപ്പനകളിൽ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ശിക്ഷിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു വിധിയാളൻ്റെ ചിത്രം, ദൈവത്തിൻ്റെ ചിത്രമായി മനസ്സിൽ വരച്ചു വെച്ച മനുഷ്യരുടെ മുൻപിൽ ഈശോ വന്നിട്ട് പറയാണ്, അല്ല, അതല്ല ദൈവം. ദൈവം എന്ന് പറഞ്ഞ അപ്പയാണ്. നീ എത്ര വലിയ പാപം ചെയ്താലും, നീ എത്ര വലിയ തിന്മ പ്രവർത്തിച്ചാലും, നിന്നിൽ എന്തെല്ലാം തിന്മകൾ ഉണ്ടായി നീ അകന്നു പോയാലും നിന്റെ തിരിച്ചു വരവിന് വേണ്ടി കണ്ണുനീരോടെ കാത്തു നിൽക്കുന്ന അപ്പയാണ് ദൈവം എന്ന് ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ഈശോ നമുക്ക് പഠിപ്പിച്ചു തരായിരുന്നു. പാപത്തിൻ്റെ വലിയ ഭീകരമായ മുൾപടർപ്പിൽ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, നിനക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിന്നെ തേടി കണ്ടെത്തി വീണ്ടും ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിക്കുകയും അങ്ങനെ നിന്നെ തേടി വന്ന് നിന്നെ ആ മുൾപടർപ്പിൽ നിന്ന് വീണ്ടെടുത്ത് സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഇടയനാണ് യഥാർത്ഥത്തിൽ ദൈവമെന്ന് കാണാതെ പോയ ആടിൻ്റെ ഉപമയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിച്ച് തരികയായിരുന്നു. അതുപോലെ നീ ഏത് അന്ധകാരത്തിൽ പോയി ഒളിച്ചാലും, നീ എത്ര വലിയ പാപത്തിൻ്റെ കട്ട പിടിച്ച ഒരു തരി വെളിച്ചം, നന്മയുടെ വെളിച്ചം പോലും കടന്നു ചെല്ലാത്ത ഇടത്തിൽ പോയി നീ പതിയിരുന്നാലും അതുപോലെ അവിടെ പോലും തേടി വന്ന് കണ്ടുപിടിച്ച് നിന്നെ വീണ്ടും ഈ സമ്പത്തിൻ്റെ ശേഖരത്തിലേക്ക്, ആത്മീയ സമ്പത്തിൻ്റെ ശേഖരത്തിലേക്ക് നിന്നെ ശേഖരിച്ച് വെക്കുന്നവനാണ്, സ്നേഹമാണ് ദൈവമെന്ന് ഈ നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ ഉപമയിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ആരാണ് ദൈവമെന്ന് ഈശോ ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിച്ച് തരാൻ ശ്രമിക്കുകയാണ്. ഇനി ഉപമ എന്ന് പറഞ്ഞ കഥയാണല്ലോ. അപ്പോൾ ഈശോ ഈ ശ്രോതാക്കളെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടി, അവരെ ഒന്ന് ആവേശം കൊള്ളിക്കാൻ വേണ്ടി, അവരുടെ ഒരു കയ്യടി കിട്ടാൻ വേണ്ടി ചുമ്മാ കഥ ഉണ്ടാക്കി പറഞ്ഞതാണോ ഈശോ? അങ്ങനെയാണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ ഈശോയുടെ ജീവിതം നോക്കിയാൽ മതി. ഈശോയുടെ ജീവിതവും പറഞ്ഞ ഉപമകളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഈശോയുടെ ജീവിതം എന്താ കാണുന്നത്? യേശുവിൻ്റെ അടുത്ത് വന്ന ഏതെങ്കിലും ഒരു പാപിക്ക് യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കാതെ പോകേണ്ടി വന്നിട്ടുണ്ടോ? യേശുവിൻ്റെ അടുത്ത് വന്ന ഏതെങ്കിലും ഒരു രോഗിക്ക് യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കാതെ പോകേണ്ടി വന്നിട്ടുണ്ടോ? യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ഏത് മനുഷ്യനാണോ ഏതെങ്കിലും ഒരു മനുഷ്യന് യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കാതെ പോകേണ്ടി വന്നിട്ടുണ്ടോ? ആ സ്നേഹത്തിൻ്റെ പ്രകാശം സ്വീകരിക്കണ്ട എന്ന് കരുതി കരിമ്പടം പൊതിച്ചിരിക്കുന്ന വ്യക്തികൾക്കല്ലാതെ വേറൊരു വ്യക്തിക്കും യേശുവിൻ്റെ സ്നേഹം സ്വീകരിക്കാതെ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല. ബൈബിൾ ഉടനീളം കാണിച്ചു തരുന്ന സത്യം അതല്ലേ? യേശുവിൻ്റെ സുഹൃത്തുക്കളൊക്കെ ആരായിരുന്നു? ചുങ്കക്കാർ, പാപികൾ, വേശ്യകൾ. ഇവർക്കൊക്കെ എങ്ങനെ ഇത്രയും വലിയൊരു ധാർമ്മിക ജീവിത ശൈലി പിന്തുടർന്ന ഒരു മനുഷ്യൻ്റെ കൂടെ നടക്കാൻ അവർക്ക് ഭയമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ ഒത്തിരി വിശുദ്ധിയിലും പുണ്യത്തിലും സുഹൃത്തിലൊക്കെ ജീവിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് വരാൻ പാപത്തിൽ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഇച്ചിരി പേടി കാണും, ഭയം കാണും. പക്ഷേ യേശുവിൻ്റെ അടുത്ത് വരാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കാൻ, യേശുവിനെ ഫോളോ ചെയ്യാൻ അന്നത്തെ പാപികൾക്കും അന്നത്തെ ഭീകരമായ തിന്മകളിൽ പെട്ടുകിടക്കുന്ന വ്യക്തികൾക്കും ഭയമില്ലാതെ യേശുവിനോട് അടുത്ത് വരാൻ പറ്റുമായിരുന്നു. അതായത് ഒരു വശത്ത് ധാർമ്മികതയുടെ ഏറ്റവും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി ഈശോയെ അവർ കാണുമ്പോഴും തങ്ങളുടെ കുറവുകളോട് പോരായ്മകളോട് അനുകമ്പയും അലിവും ആർദ്രതയും കാണിക്കുന്ന അങ്ങനൊരു അനുഭവം അവരുടെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല. അതല്ലേ ഇവരൊക്കെ ഈശോയെ പിന്തുടർന്ന് നടന്നത്. ഈശോയുടെ മേലുള്ള ആരോപണങ്ങളിൽ ഒന്നായിരുന്നു, അവൻ ചുങ്കക്കാരുടെ കൂട്ടുകാരനാണ്, അവൻ പാപികളുടെ സുഹൃത്താണ്, അവൻ വേശ്യകളുടെ ചങ്ങാതിയാണ്. ഇത് യേശുവിന് മേലുള്ള ആരോപണങ്ങളായിരുന്നു. അവർക്കൊക്കെ എങ്ങനെ ഈ ധൈര്യം കിട്ടി? കണ്ണുനീര് കൊണ്ട് പാദം കഴുകിയവളോട് കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലും ഈശോ പറയുന്നില്ല.
അവൾ ചെയ്ത പാപത്തിലേക്ക് നോക്കുകയല്ല ചെയ്തത്, അവളുടെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക്, ഭൂതകാലത്തിലേക്ക് നോക്കി അവളെ വിധിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഇവൾ അധികം സ്നേഹിച്ചു, അതിനാൽ ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അവളെ അവിടെ അംഗീകരിക്കുകയാണ്. അവൾക്ക് വലിയൊരു റിവാർഡ് കൊടുക്കുകയാണ്. ഇവൾ അധികം സ്നേഹിച്ചു, അതുകൊണ്ട് ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു. കുറ്റപ്പെടുത്തുന്നില്ല, പരാതി പറയുന്നില്ല, പരിഭവം പറയുന്നില്ല, ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും അവളെ ഭാരപ്പെടുത്തുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളോട് അവളെ വിധിക്കാൻ എല്ലാ അധികാരവും അവകാശവും ഉണ്ടായിരുന്നവൻ പറയാണ്, മോളെ നിന്നെ ആരും വിധിച്ചില്ലേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനമായിട്ട് പൊക്കോ, മേലിൽ പാപം ചെയ്യരുത്. കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളോട് കർത്താവ് പറഞ്ഞ വാക്കുകൾ ഇതാ. ഒരു വാക്ക് ഈശോ ഉച്ചരിച്ചാൽ മാത്രം മതിയായിരുന്നു, നിമിഷങ്ങൾക്കുള്ളിൽ വലിയൊരു കൽക്കൂമ്പാരമായി അവൾ മാറുമായിരുന്നു. മോശയുടെ നിയമം അനുസരിച്ച് ചെയ്യാമായിരുന്നു. ഈശോയ്ക്ക് വേണമെങ്കിൽ അവളെ വിധിക്കാമായിരുന്നു. ഒരാൾക്കും കല്ലെറിയാൻ അവകാശമില്ലെങ്കിലും ഈശോയ്ക്ക് വേണമെങ്കിൽ കല്ലെറിയാമായിരുന്നു. ഈശോ കല്ലെറിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഒരു വാക്കുകൊണ്ട് പോലും നോട്ടം കൊണ്ട് പോലും ഒരു നിമിഷ നേരത്തേക്ക് അവളുടെ ശിരസ് കുനിയാൻ പോലും ഈശോ അനുവദിച്ചില്ല എന്നുള്ളതാണ്. ഇതാണ് ഈശോയുടെ വ്യക്തിത്വം, ഇതാണ് ഈശോയുടെ ജീവിതം. ഇനി സമരിയാക്കാരി സ്ത്രീ അവളുടെ ഇരുണ്ട ഭൂതകാല ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഈശോ ആ കിണറ്റുകരയിൽ നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് ദാഹിച്ച് വിശന്ന് ഈശോയുടെ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഈശോ നടന്ന ദൂരം ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്ന ഏകദേശം 14-15 മണിക്കൂർ ഈശോ യാത്ര ചെയ്തിട്ടുണ്ട്. 14-15 മണിക്കൂർ തിരക്കിട്ട് യാത്ര ചെയ്ത് ആ നട്ടുച്ചയ്ക്ക് ആ മരുഭൂമിയിൽ ആ കിണറ്റുകരയിൽ ഈശോ ആ വ്യക്തിക്ക് വേണ്ടി കാത്തു നിൽക്കുക. അവളുടെ ഭൂതകാല ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവളെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുന്നതിനും പരിശുദ്ധാത്മാവെന്ന ജീവജലം അവളിലൂടെ ആ ദേശം മുഴുവനിലേക്കും കൊടുക്കുന്നതിന് വേണ്ടി. ഇതാണ് ഈശോയുടെ വ്യക്തിത്വമായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നത്. സക്കേവൂസ് എന്ന മനുഷ്യൻ, സകലരെയും വഞ്ചിച്ചും ഒരുപാട് നേടിയെടുത്തൊരു മനുഷ്യൻ, ഈശോയുടെ അടുത്ത് വരാൻ ഒരു ധൈര്യക്കുറവ്, അതുകൊണ്ടൊന്ന് ദൂരെ ഒന്ന് മാറി ഒളിച്ചിരുന്ന് കണ്ടേക്കാന്ന് കരുതി മരത്തിൻ്റെ മണ്ടയിൽ കയറിയിരിക്കുക. ഈശോ അവൻ ഇരുന്ന അതേ മരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നിട്ട് ഈശോ അവനെ താഴേക്ക് വിളിച്ച്, എനിക്ക് ഇന്ന് നിൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന് പറഞ്ഞ് ആ പാപിയുടെ, പരസ്യമായി എല്ലാവരും പാപിയാണെന്ന് കരുതുന്ന ഒരു മനുഷ്യൻ്റെ വീട്ടിൽ പോയി ആതിഥ്യം സ്വീകരിക്കുകയാണ്. എന്തിനേറെ ഏറ്റവും അവസാനം ഒരാളുടെ മരണനിമിഷം അല്ലെങ്കിൽ ഒരാളുടെ സഹനത്തിൻ്റെ തീവ്ര നിമിഷങ്ങളിൽ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു വരുമെന്ന് പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ യഥാർത്ഥ വ്യക്തിത്വം നമുക്ക് നോക്കാം. കുരിശിൽ ബലിയായി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് വലതുവശത്ത് കടന്നൊരു മനുഷ്യൻ പറയാണ്, കർത്താവേ, നീ നിൻ്റെ ലോകത്തെല്ലാം എന്നെ കൂടി ഒന്ന് ഓർക്കാവോ? എന്താ ഈശോ പറഞ്ഞത്? ഇത്രയും പാപങ്ങൾ ചെയ്തു കൂട്ടി നീ അങ്ങനെ ഒന്നും പെട്ടെന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണോ ഈശോ പറഞ്ഞേ? ആ ഈശോ അവനോട് പറയണത്, നീ ഇന്ന് പറുദീസാലായിരിക്കുമെന്നാ. ഇതാണ് ഈശോയുടെ വ്യക്തിത്വം. എന്ന് വെച്ചാൽ ചുമ്മാ കഥ പറഞ്ഞ് ഉപമ പറഞ്ഞ് ആളുകളെ ത്രസിപ്പിക്കാനും രസിപ്പിക്കാനും വേണ്ടി കഥകൾ, ഭാവകൽപ്പ കഥകൾ കർത്താവ് ചുമ്മാ മെനഞ്ഞുണ്ടാക്കി പറയുകയായിരുന്നില്ല. ഈശോയുടെ ജീവിതം അതാ, ഈശോയുടെ വ്യക്തിത്വം അതാ, ഈശോയുടെ സ്വഭാവം അതാ. ആരാണ് ദൈവമെന്ന് ഈശോ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഇനി പൂർണ്ണമായും ദൈവം ആരാണെന്ന് വെളിപ്പെടുന്നത് എവിടെയാ? അത് കുരിശിലാണ്. ഈശോയ്ക്ക് എന്തെല്ലാം രീതിയിൽ ഈ ലോകത്തെ രക്ഷിക്കാമായിരുന്നു. എന്നിട്ട് എന്തിനായിരിക്കും ഈ കുരിശുമരണം തന്നെ ഈശോ തിരഞ്ഞെടുത്ത്? എന്തെല്ലാം രീതിയിൽ ഈശോയ്ക്ക് ഈ ലോകത്തെ രക്ഷിക്കാമായിരുന്നു. എന്തിനാ ഈശോ കുരിശുമരണം തന്നെ തിരഞ്ഞെടുത്ത്? ആരാണ് ദൈവമെന്ന് കുരിശിലാ പൂർണ്ണമായിട്ട് വെളിപ്പെടുന്നത്. ഈശോ വിരിച്ചു പിടിച്ച കരങ്ങളായി ഈ കുരിശിൽ 3 ആണികളിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് നമ്മളോട് പറയാതെ പറയണത് എന്താണെന്നറിയാവോ? മക്കളൊന്ന് നോക്കിയേ, കുരിശിലേക്കൊന്ന് നോക്ക്, നിങ്ങൾ എന്നെ ഒന്ന് നോക്കുക. ഇതാണ് ദൈവം. നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ താടിമീശ വലിച്ചു പറിക്കാം, എൻ്റെ മുഖത്ത് തുപ്പാം, എന്നെ ഉന്തിത്തള്ളി താഴെയിടാം, കുരിശെടുത്ത് തോളിൽ വെക്കാം, ചമ്മട്ടി കൊണ്ടടിക്കാം, നിങ്ങൾക്ക് എൻ്റെ കൈകാലുകളിൽ ആണികൾ അടിച്ചു കയറ്റാം, എൻ്റെ ചങ്കിൽ കുന്തം കൊണ്ട് കുത്താം, നിങ്ങൾക്ക് എനിക്കെതിരെ ആക്രോശങ്ങൾ ഉന്നയിക്കാം, വിധിവാചകങ്ങൾ ഉന്നയിക്കാം, നിങ്ങൾക്ക് എന്നെ ഉറ്റുകൊടുക്കാം, തള്ളിപ്പറയാം, ഗൂഢാലോചന നടത്താം, നിങ്ങൾക്ക് എന്തും ചെയ്യാം, നിങ്ങൾക്ക് എന്നെ കൊല്ലാം. അപ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതാണ് ദൈവം. കുരിശിൽ വെളിപ്പെടുകയാണ് ആരാണ് ദൈവമെന്ന്. കുരിശിലാണ് വെളിപ്പെടുന്നത് ആരാണ് യഥാർത്ഥത്തിൽ ദൈവമെന്ന്. അപ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയാണ്. തിരുഹൃദയ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ മുൻപിൽ ധ്യാന വിഷയമായി, പ്രാർത്ഥനാ വിഷയമായി, സ്നേഹ വിഷയമായി മാറണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമതായി ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞത് രോഗികളാണ്. പാപികൾ എന്ന പോലെ പിന്നെ അനുഭവിച്ചറിഞ്ഞത് രോഗികളാണ്. യേശു കണ്ടവരും യേശുവിനെ കണ്ടവരും യേശു തൊട്ടവരും യേശുവിനെ തൊട്ടവരും എല്ലാവരും സൗഖ്യം പ്രാപിക്കുന്നതായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ സകല മനുഷ്യരും യേശുവിൻ്റെ ആ സ്നേഹ കടലിൽ മുങ്ങാനും യേശുവിൻ്റെ ആ സ്നേഹം സ്വീകരിക്കാനും സാധിച്ചതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ തിരിച്ചറിയാണ്. ഇപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് മനസ്സിലാക്കുന്നത്. ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ ഒരു പ്രകാശനമായി തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, ആരാ ദൈവമെന്ന് ഈ ചിത്രം നോക്കുമ്പോൾ നമുക്ക് പിടികിട്ടണം. ആരാ ദൈവം? ദൈവം സ്നേഹമാണ്.
ദൈവം സ്നേഹമാണ് എന്നത് മുഴുവൻ പിടികിട്ടാൻ മനസ്സിലാകാൻ നമ്മളെ സഹായിക്കുന്നു തിരുഹൃദയത്തിൻ്റെ ഈ ചിത്രം. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വം തന്നെയാണ് തിരുഹൃദയനാഥനെ ധ്യാനിക്കുമ്പോൾ, തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ, തിരുസ്വരൂപത്തെയൊക്കെ നമ്മൾ നോക്കി ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് യഥാർത്ഥത്തിൽ ഈശോ ദൈവം ആര് എന്ന് നമ്മുടെ മുൻപിൽ വെളിവാക്കപ്പെടാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തിരുഹൃദയത്തെക്കുറിച്ച്. ഒന്നാമതായിട്ട് പറഞ്ഞത് തിരുഹൃദയ ചിത്രം, അതിൻ്റെ പ്രത്യേകതകൾ 5 പിന്നെ നമ്മൾ പറഞ്ഞു ഈശോയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രകാശനം. മൂന്നാമതായിട്ട് ഹൃദയം തിരുഹൃദയമാകണം. ഹൃദയം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ നമ്മൾ സാധാരണ ഹൃദയം എന്നാണ് പറയും. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ കാര്യം വരുമ്പോഴാണ് തിരുഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം എങ്ങനെ തിരുഹൃദയമാകും? അഥവാ എൻ്റെ ഹൃദയം എങ്ങനെ യേശുവിൻ്റെ ഹൃദയം പോലെ ആകും? എൻ്റെ ഹൃദയം എങ്ങനെ ഈശോയുടെ ഹൃദയം പോലെ രൂപാന്തരപ്പെടും? എങ്ങനെ എൻ്റെ ഹൃദയത്തെ യേശുവിൻ്റെ ഹൃദയം പോലെ ആക്കാൻ പറ്റുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ഈ ഒരു തിരുനാൾ സന്ദേശത്തിൻ്റെ ഭാഗമായി, ജൂൺ മാസത്തിലെ തിരുഹൃദയ തിരുനാളിന് സന്ദേശത്തിൻ്റെ ഭാഗമായി പറഞ്ഞൊരു വാക്യപ്രകാരമായിരുന്നു: ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും ആർദ്രതയും ആവോളം ശേഖരിക്കാൻ കഴിയുന്ന ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയം. സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നമുക്ക് അത് സ്വന്തമാക്കാൻ കഴിയും. കാരണം യേശുവിൻ്റെ ഓരോ വാക്കിലും സ്നേഹമുണ്ട്. ദൈവപിതാവിൻ്റെ സ്നേഹമാണ് യേശു നമുക്ക് പകർന്നു നൽകിയത്. അങ്ങനെ നമ്മുടെ ഹൃദയം പതിയെ പതിയെ കൂടുതൽ ക്ഷമയും കൂടുതൽ വിശാലതയും ഉള്ളതായി രൂപാന്തരപ്പെടുന്നു. അപ്പം നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോൾ, സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ക്ഷമ കൊണ്ടും വിശാലമാകുമ്പോൾ ഹൃദയത്തിൽ രൂപാന്തരപ്പെടൽ സംഭവിക്കുകയാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്: ദരിദ്രരിലും പീഡ അനുഭവിക്കുന്നവരിലും യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ക്രിസ്തുവിൻ്റെ ഹൃദയം വെളിപ്പെടുന്നു. എൻ്റെ ഹൃദയം യേശുവിൻ്റെ ഹൃദയമായി മാറണമെങ്കിൽ, അഥവാ എനിക്കുള്ളിൽ യേശുവിൻ്റെ ഹൃദയം വെളിപ്പെടണമെങ്കിൽ, തെളിയണമെങ്കിൽ, ഇതാ മാർപ്പാപ്പ പറയാണ്, ദരിദ്രർ, പാവപ്പെട്ടവർ, ആരോരുമില്ലാത്തവർ, അവരെയൊക്കെ നമ്മൾ കരുണയോടെ കാണുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് എൻ്റെ ഹൃദയവും തിരുഹൃദയവുമായി രൂപപ്പെടുന്നു. നമുക്കതിനിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം: സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. അതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് കുറേ സാധാരണ ഉദാഹരണങ്ങളുണ്ട്. ഹൃദയം തിരുഹൃദയമായി, സ്വാർത്ഥത, ഒരല്പം പോലും ഒന്നും തിരിച്ചു കിട്ടണമെന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴൊക്കെ ഹൃദയത്തിലൊരു രൂപാന്തരപ്പെടൽ സംഭവിക്കുന്നുണ്ട്. യേശുവിൻ്റെ ഹൃദയം പോലെ ആകുന്നുണ്ട്. അത് കുടുംബ ബന്ധങ്ങളിലാകാം, പ്രിയപ്പെട്ടവർക്കിടയിലാകാം. എത്രയോ മനുഷ്യരുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നു. നിങ്ങൾ ബോബി ജോസ് കട്ടിക്കാടച്ചൻ, അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടോ? കപ്പൂച്ചിൻ അച്ഛനാണ്. അച്ഛൻ്റെ മനോഹരമായ ധ്യാന ചിന്തകൾ, അച്ഛൻ്റെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്. അതിലൊരു പുസ്തകത്തിൽ ഇങ്ങനൊരു സംഭവം വിവരിക്കുന്നത് ഞാൻ കുറേ നാൾക്ക് മുമ്പ് വായിച്ചതാണ്. അതായത് അച്ഛൻ്റെ ഒരു സുഹൃത്ത്, അജയ് എന്നാണ് പേര്, ഒരു ഡോക്ടറാണ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു രോഗി വന്നു. രോഗിയുടെ പേരെന്ത്, രാമൻകുട്ടി എന്നോ മറ്റോ ആണ് രോഗി. രോഗിയല്ല, ഒരു അച്ഛൻ ഒരു കുഞ്ഞിനെയും കൊണ്ട്, കുഞ്ഞിനാണ് രോഗം, അപ്പന് രോഗമില്ല, അച്ഛന് രോഗമില്ല. രാമൻകുട്ടി എന്ന പേരുള്ള ഒരു അച്ഛൻ തൻ്റെ മകന് രോഗവുമായിട്ട് ഈ അജയ് എന്ന ഡോക്ടറെ അടുത്ത് വരാണ്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് വരാണ്. കൊച്ചിച്ചിരി സീരിയസ് ആയിരുന്നു, അതുകൊണ്ട് ICUയിലേക്ക് മാറ്റി. അപ്പോൾ ഈ മരുന്ന് എന്ത് കൊടുത്തിട്ടും കൊച്ചിന് ഉറങ്ങാൻ പറ്റുന്നില്ല. വേദന കാരണം തിരിഞ്ഞും മറിഞ്ഞ് അസ്വസ്ഥനായിട്ട് ഇങ്ങനെ കിടക്കാണ്, ഉറങ്ങുന്നില്ല. വല്ലാതെ അസ്വസ്ഥപ്പെട്ട് ഭാരപ്പെട്ട് തിരിഞ്ഞും മറിഞ്ഞ് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ ഒരു പരിധി വിട്ട് മരുന്ന് കൊടുക്കുക, സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കുക, സഡേറ്റീവ് കൊടുക്കുക സാധ്യമല്ല, മറ്റ് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് അവർ നിസ്സഹായരായി. അവരപ്പോൾ ICUയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ രാമൻകുട്ടി എന്ന പേരുള്ള ഈ അച്ഛൻ ആ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, സാറേ, എൻ്റെ കൊച്ചിന് നിങ്ങൾ എന്ത് മരുന്ന് കൊടുത്താലും ഉറങ്ങില്ല. അവന് ഉറങ്ങാൻ പറ്റില്ല. കാരണം അവന് രോഗമായിരുന്ന ആരംഭിച്ച കാലം മുതൽ അവൻ ഉറങ്ങിയിരുന്ന എൻ്റെ തോളിൽ കിടക്കാതെ അവന് ഉറങ്ങാൻ പറ്റില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവന് ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാം ICUവിനകത്തേക്ക് എനിക്ക് കയറാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യാവോ, അവൻ്റെ കട്ടിൽ പറ്റുമെങ്കിൽ ഈ ചുമരിൻ്റെ അടുത്തേക്ക് ഒന്ന് പരമാവധി ചേർത്തിടാവോ, എന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി, മോനെ ചുമരിൻ്റെ അപ്പുറത്ത് അച്ഛൻ നിൽക്കുന്നുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി. ഡോക്ടർക്ക് അത് കേട്ടിട്ട് വല്ലാതെ മനസ്സൊന്ന് പിടഞ്ഞു. എന്തായാലും അദ്ദേഹത്തോട് കയറി നഴ്സസിൻ്റെ സഹായത്തോടെ ആ കട്ടിൽ പരമാവധി ആ ചുമരോട് ചേർത്തിട്ടു. എന്നിട്ട് പറഞ്ഞു, മോനെ, അച്ഛൻ ചുമരിൻ്റെ അപ്പുറത്ത് ചാരി നിൽക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് കൊച്ചു ചെയ്ത കാര്യം, ആ ചുമരോട് പരമാവധി കൊച്ചു ഇങ്ങനെ ചേർന്ന് കിടക്കും. അപ്പോൾ ഡോക്ടർക്കും ആ കാഴ്ച വല്ലാത്തൊരു ഉള്ളുലച്ച കാഴ്ചയായിട്ട് മാറി. പിന്നീട് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഈ മനുഷ്യൻ തൻ്റെ നെഞ്ച് ഈ ചുമരോട് ചേർത്ത് വെച്ച്, 2 കൈകൾ ഇങ്ങനെ ചുമരിലേക്ക് ചേർത്ത് വെച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ രാമൻകുട്ടി എന്ന് പേരുള്ള അച്ഛൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഡോക്ടറൊന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പുറത്ത് പതുക്കെ ഒന്ന് തട്ടി ആശ്വസിപ്പിച്ചിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി.
അപ്പോൾ ഏകദേശം വൈകുന്നേരം രാത്രിയാണ് ഇതൊക്കെ നടക്കുന്നത്. അഡ്മിറ്റ് ആയതൊക്കെ ഈവനിങ്ങിലാണ്. അത് കഴിഞ്ഞ് ഡോക്ടർ പോയി പിറ്റേ ദിവസം രാവിലെ റൗണ്ട്സിൻ്റെ ഭാഗമായിട്ട് അവിടെ വരുമ്പോൾ കാണുകയാണ് ഈ അച്ഛൻ അപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ അച്ഛൻ അപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്നും ചോദിക്കാൻ പോയില്ല. ഇതിൻ്റെ അകത്തോട്ട് കയറി രോഗിയൊക്കെ പരിശോധിച്ചതിന് ശേഷം നഴ്സസിനോട് പറഞ്ഞാൽ അദ്ദേഹത്തോട് ഒരു കാപ്പി കുടിച്ചിട്ട് അങ്ങനെ വരാൻ പറ, അല്ലെങ്കിൽ കുറച്ച് നേരം എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറ. അപ്പോൾ അവർ പറഞ്ഞതാണ്, സാറേ അദ്ദേഹം ഇന്നലെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു, പക്ഷേ അദ്ദേഹം ആ നിൽപ്പിന്ന് ഇതുവരെ മാറിയിട്ടില്ല. രാത്രി മുഴുവൻ ഞങ്ങൾ എപ്പോഴൊക്കെ കാണുമ്പോഴും അദ്ദേഹം അങ്ങനെ നിൽക്കുകയാണ് എന്ന്. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. തിരിച്ചൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ ഹൃദയങ്ങൾ വിശാലമാകുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ വിശാലമാകുന്നു. പണ്ട് ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്. അതായത് ഒരു ചെറുപ്പക്കാരൻ, കേരളത്തിലുള്ള മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ, എൻ്റെ സെമിനാരി കാലത്ത് ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ് ഒരു സംഭവം. അതായത് ഈ ചെറുപ്പക്കാരൻ പത്രത്തിലൊരു വാർത്ത കണ്ടു. വാർത്ത ഇങ്ങനെയാണ്: നോർത്ത് ഇന്ത്യയിലെ എവിടെയോ ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഭർത്താവില്ല, 6 മക്കളുണ്ട്, ഭർത്താവ് മരിച്ചു പോയതാണ്. ഈ 6 കുഞ്ഞുങ്ങളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ അമ്മ വളർത്തണേ. ഈ സ്ത്രീക്ക് ഇപ്പോൾ ഒരു മാരക രോഗം, 2 കിഡ്നികളും തകരാറിൽ, ഒരെണ്ണെങ്കിലും മാറ്റിവെക്കണം, ഒരു വൃക്കദാതാവിനെ കിട്ടണം. ബ്ലഡ് ഗ്രൂപ്പ് മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ വൃക്ക വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഈ ചെറുപ്പക്കാരന് മനസ്സിലായി. ഈ സ്ത്രീയുടെ ദാരിദ്ര്യാവസ്ഥ കാരണം കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ അധികൃതർ ചികിത്സ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ വൃക്ക കിട്ടണം, ഒരു ദാതാവിനെ കിട്ടണം, ഒരു ഡോണറെ കിട്ടണം. അപ്പോൾ ഇതറിഞ്ഞിട്ട് ഈ അഡ്രസ്സും കണ്ടുപിടിച്ച് ഈ മനുഷ്യൻ പോവാണ്. ഈ ചെറുപ്പക്കാരൻ, ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം വൃക്ക ദാനം ചെയ്യാൻ വേണ്ടി ഈ മനുഷ്യൻ പോവാണ്, ഈ ചെറുപ്പക്കാരൻ പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ട്രെയിനിൽ ആ ബോഗിക്കകത്തിരുന്ന ആളുകളായിട്ട് പരിചയപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വൃക്കദാനം ചെയ്യാൻ പോണ കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവരുടെ ഒരു ബന്ധുവിന് ഇതുപോലെ അവസ്ഥയിലാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും കൊടുക്കുകയാണ്, അപ്പോൾ പിന്നെ ഈ മനുഷ്യന് കൊടുക്കാൻ തയ്യാറാകാവോ? അദ്ദേഹമാണെങ്കിൽ അത്യാവശ്യം നല്ല കാശുള്ള ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് സാമ്പത്തിക ഞെരുക്കും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വൃക്ക കൊടുക്കുന്നത് പണത്തിന് വേണ്ടിയിട്ടല്ല. 6 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കാൻ, ആ 6 കുഞ്ഞുങ്ങൾ അനാഥരാകാതിരിക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ വൃക്ക കൊടുക്കുന്നത്, അല്ലാതെ പണത്തിന് വേണ്ടിയിട്ടല്ല. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറും. ഇത് ഒത്തിരി ഉണ്ട് ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തിലെ കുടുംബനാഥ അല്ലെങ്കിൽ കുടുംബനാഥ ഈ വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് ഇപ്പോൾ കൃത്യം ഓർക്കുന്നില്ല, 2 ആഴ്ചയോ 3 ആഴ്ചയോ ആണ് ഇവർ ഒരുമിച്ച് ആരോഗ്യത്തോടെ ജീവിച്ചത്. 2-3 ആഴ്ച കഴിഞ്ഞ് ഈ മനുഷ്യൻ കംപ്ലീറ്റ് തളർന്നു പോകും, ശരീരം മൊത്തം നെഞ്ചിന് താഴെ തളർന്നു പോവാണ്. അദ്ദേഹം തളർന്നു പോവാണ്. പിന്നീട് ഈ ഭാര്യയുടെ ജീവിതം മൊത്തം തൻ്റെ ഭർത്താവിൻ്റെ ഈ രോഗശൈലിക്ക് ചുറ്റിലുമായി, അല്ലെങ്കിൽ ആ വീടിനകത്തായി, ഈ മുറിക്കകത്തായിട്ട് മാത്രമായിട്ടുള്ളൊരു ജീവിതം, ആ മുറിക്കകത്ത് മാത്രമായിട്ടൊരു ജീവിതം, വേറെ എങ്ങും പോകില്ല. എപ്പോഴും ഭർത്താവിനെ ശുശ്രൂഷിച്ചും ഭർത്താവിനെ സ്നേഹിച്ചും. ആദ്യകാലത്തൊക്കെ ഒത്തിരി പേര് പറഞ്ഞു, ഒരിക്കലും ഇനി ഈ മനുഷ്യന് സൗഖ്യം കിട്ടില്ല എന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞതുകൊണ്ട് തന്നെ ബന്ധുക്കളും വീട്ടുകാരും പലരും പറഞ്ഞിരുന്നു, നിനക്ക് വേറെ വിവാഹം കഴിച്ചുകൂടെ. പക്ഷേ തൻ്റെ മരണം വരെ തന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടി തൻ്റെ കർത്താവ് തനിക്ക് നൽകിയ ആ മനുഷ്യനെ ഉപേക്ഷിക്കാതെ ശുശ്രൂഷ ചെയ്ത് വേറെ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ, ഇപ്പോൾ അന്ന് ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞ് 18 വർഷത്തിലധികമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ ഒരു 10-30 വർഷമെങ്കിലും ആയി കാണണം. അപ്പോൾ ഇവിടെ ഒരു സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമുള്ളിടത്ത് ഹൃദയങ്ങൾ തിരുഹൃദയങ്ങളായി മാറുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം വാക്യം, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. കർത്താവിൻ്റെ വാക്കാണ്, വാഗ്ദാനമാണ്. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം ഞാൻ നൽകും. മാംസള ഹൃദയം. അപ്പോൾ നമുക്ക് ഈശോയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയങ്ങൾ രൂപാന്തരപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൂടെ ആകട്ടെ തിരുഹൃദയ ധ്യാനം. ഇനി 4മതായിട്ട് തിരുഹൃദയത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ 4മതായിട്ട് ധ്യാനിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തിരുഹൃദയവും തിരുമുറിവും ഒക്കെ എൻ്റെ വേദനയിൽ എനിക്കെങ്ങനെ ആശ്വാസമായിട്ട് മാറുന്നു. തിരുഹൃദയവും തിരുമുറിവുകളും ഒക്കെ എൻ്റെ വേദനയിൽ എനിക്കെങ്ങനെ ആശ്വാസമായിട്ട് മാറുന്നു. നിങ്ങൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ് അങ്ങനെ കേട്ടിട്ടുണ്ടോ? നാസികൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ സംഭവം? ഹിറ്റ്ലറിൻ്റെ പട്ടാളത്തെയാണ് നമ്മൾ നാസിപ്പട എന്നൊക്കെ വിളിക്കാറുള്ളത്. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ വളരെ കുപ്രസിദ്ധമാണ്. ക്രൂരമായിട്ട് യുദ്ധത്തടവുകാരെയൊക്കെ പീഡിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ യഹൂദരെ പ്രത്യേകിച്ചും പീഡിപ്പിച്ചിരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം, ഈ 2ാം ലോക മഹായുദ്ധകാലത്ത് ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കപ്പെട്ട യുദ്ധത്തടവുകാരനായി പിടിക്കപ്പെട്ട് അങ്ങനെ അടയ്ക്കപ്പെട്ട ഒരു പോളിഷ് വൈദികനാണ്, ഒരു പുരോഹിതൻ. അദ്ദേഹം ആ യുദ്ധത്തിൻ്റെ ഭാഗമായി ആ ഒരു നാട് കീഴടക്കിയപ്പോൾ അവർ പിടിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഈ വൈദികനുണ്ടായിരുന്നു. ആ വൈദികനെയും ഇവർ കൊണ്ടുവന്ന് ഈ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അടയ്ക്കാം.
അവിടെ വെച്ച് ഈ ഒരുപാട് ക്രൂരത നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ഈ പുരോഹിതന് കടന്നു പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ദിവസത്തെ വിഷമങ്ങളും വേദനകളും ഒക്കെ അദ്ദേഹം എവിടെ നിന്നൊക്കെ കിട്ടിയ കടലാസ് കഷ്ണങ്ങൾ ഇങ്ങനെ കുറിച്ച് വെക്കുമായിരുന്നു. പിന്നെ ആരും കാണാതിരിക്കാൻ അത് മടക്കി ഒതുക്കി ഏതെങ്കിലും ജയിലിൻ്റെ ഏതെങ്കിലും വിടവുകളിൽ പൊത്തുകളിൽ ചുമരിൻ്റെയൊക്കെ വിടവിലും പൊത്തിലൊക്കെ അദ്ദേഹം ഒളിപ്പിച്ച് സൂക്ഷിച്ച് വെക്കുമായിരുന്നു. പിന്നീട് യുദ്ധമൊക്കെ കഴിഞ്ഞ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ തകർന്നടിച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ക്യാമ്പുകളിലൊക്കെ വന്ന് പരിശോധന നടത്തുന്ന പരിവേഷകർക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഗവേഷണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിൽ അവർക്ക് ഈ കുറിപ്പുകൾ പലതും കിട്ടി. മിക്കവാറും കുറിപ്പുകളൊക്കെ പലയിടങ്ങളിൽ നിന്നായിട്ട് കിട്ടി. അപ്പം അതിൽ കാണുന്നുണ്ട് ഈ പുരോഹിതൻ കടന്നുപോയ, അല്ലെങ്കിൽ അവിടെയുള്ള ഏത് തടവുപുള്ളികളെ എന്ന പോലെ ഈ പുരോഹിതനും കടന്നുപോയ കരളലിയിപ്പിക്കുന്ന വേദനയുടെ കുറേ സംഭവങ്ങൾ, ഓരോ ദിവസവും കടന്നു പോകുന്ന വിഷമങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ക്രൂരത നിറഞ്ഞ അനുഭവങ്ങൾ, അവഹേളനങ്ങൾ, ഇങ്ങനെ ഓരോന്നിങ്ങനെ കുറിച്ച് ഇങ്ങനെ പോവാണ്. അവസാനം അവരിതെല്ലാം ക്രമീകരിച്ച് ഓർഡറാക്കി വെക്കുമ്പോൾ അതിൽ അവസാനത്തെ കുറിപ്പായിട്ട് അവർക്ക് മനസ്സിലായത് അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവസാനത്തെ കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനിനി ഈ ഡയറി എഴുത്ത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ ഡയറി എഴുത്ത് അവസാനിപ്പിക്കുകയാണ്. ഞാനിനി ഒരിക്കലും എൻ്റെ വേദനകളെക്കുറിച്ച് ഇനി പരാതി പറയില്ല. ഞാനിനി ഒരിക്കലും എൻ്റെ മുറിവുകളെക്കുറിച്ച് സങ്കടപ്പെടില്ല, ഭാരപ്പെടില്ല. കാരണം ഇന്നലെ രാത്രി എനിക്കൊരു ദർശനം ഉണ്ടായി. ആ ദർശനത്തിൽ ക്രൂശിതൻ്റെ മുറിവിൻ്റെ ആഴം ഞാൻ കണ്ടു. പിന്നീട് ഒരിക്കലും എൻ്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. ഇന്നലെ രാത്രി എനിക്കൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൽ ക്രൂശിതൻ്റെ മുറിവിൻ്റെ ആഴം ഞാൻ കണ്ടു. പിന്നീട് ഒരിക്കലും എൻ്റെ മുറിവുകൾ എന്നെ കരയിപ്പിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ തിരുമുറിവിൻ്റെ ആഴങ്ങൾ നമ്മൾ കണ്ടാൽ നമ്മുടെ മുറിവുകൾ നമ്മളെ കരയിപ്പിക്കില്ല. യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുമുറിവിൻ്റെ ആഴവും നമ്മൾ കണ്ടാൽ നമ്മുടെ വേദനകളും നമ്മുടെ സഹനങ്ങളും നമ്മളെ ഭാരപ്പെടുത്തില്ല. കാരണം ഞാൻ മുറിയാതിരിക്കാൻ എനിക്ക് പകരം മുറിഞ്ഞ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കുമ്പോൾ, ഞാൻ തകരാതിരിക്കാൻ എനിക്ക് പകരം സ്വയം തകർക്കപ്പെടാൻ വേണ്ടി വിട്ടുകൊടുത്ത യേശുവിൻ്റെ ശരീരത്തിലേക്കും മുറിവുകളിലേക്കും ചതവുകളിലേക്കും ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മുറിവുകൾ പിന്നെ നമ്മളെ കരയിപ്പിക്കില്ല. അതാ പറഞ്ഞത്, ശരിക്കും യേശുവിൻ്റെ ഹൃദയം ധ്യാനിച്ചാൽ, യേശുവിൻ്റെ ചങ്കിലെ മുറിവ് ധ്യാനിച്ചാൽ നമ്മുടെ മുറിവുകളിൽ നമുക്കത് വലിയൊരു ആശ്വാസമായി സമാധാനമായിട്ട് മാറും. നമ്മുടെ വേദനകൾ നമ്മൾ ആരോട് പറഞ്ഞാലും മനസ്സിലാകണമെന്നില്ല. ആരോട് പറഞ്ഞാലും ചിലതൊന്നും പറയാനേ പറ്റില്ല. ഇനി പറഞ്ഞാൽ തന്നെ ആർക്കും മനസ്സിലാകുകയില്ല. അത് ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ആരോടും, എത്ര വലിയ ആത്മബന്ധമുള്ള വ്യക്തിയോടാണെങ്കിലും ഒരു മനുഷ്യൻ കടന്നു പോകുന്ന വ്യഥയുടെ വേദനയുടെ ഇതുകൾ പറഞ്ഞ് ആയിരിക്കുന്ന വിധം അത് പറഞ്ഞ് ആ മാനസികാവസ്ഥ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും അത് സാധിക്കുന്നൊരു കാര്യമല്ല. ആർക്കും നമ്മളെ പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല. പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുണ്ട്, അത് ഈശോയാണ്. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് നമ്മുടെ മുറിവിൻ്റെ ആഴം മനസ്സിലാകുന്നത്? ഈശോ ദൈവമായതുകൊണ്ട് മാത്രമാണോ? അല്ല. ഈശോ ദൈവമായതുകൊണ്ട് മാത്രമല്ല, ഈശോ ഇതിലൂടെ ഒക്കെ കടന്നു പോയതാണെന്നേ. ഈശോ ഇതിലൂടെ എല്ലാം കടന്നു പോയതാണ്. അങ്ങ് ആകാശത്തിൻ്റെ കോണിൽ എവിടെയോ ഇരുന്ന് മനുഷ്യൻ്റെ സഹനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യ സഹനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരാളല്ല കർത്താവ്. നേരെ മറിച്ച് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് നമുക്കിടയിൽ നമ്മളിൽ ഒരാളായി ജീവിച്ച് ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല വേദനകളിലൂടെയും സകല സഹനങ്ങളിലൂടെയും കടന്നുപോയി ശരീരത്തിൽ എല്ലാ മുറിവുകളും ചതവുകളും വേദനകളും ഏറ്റുവാങ്ങി ബലിയായി മാറി എന്നെ സ്നേഹിച്ച കർത്താവാണ്. ആ കർത്താവിന് എൻ്റെ വേദന എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാകും, പറയാതെ തന്നെ മനസ്സിലാകും. വേറൊരാൾക്കും അത് മനസ്സിലാകില്ല, പക്ഷേ ഈശോയ്ക്ക് അത് മനസ്സിലാവും. ഈശോയ്ക്ക് മാത്രമേ മനസ്സിലാവൂ. ഈ ഒരു ബോധ്യം നമുക്ക് നൽകുന്നൊരു ആശ്വാസമുണ്ട്. ഈശോയ്ക്ക് അറിയാലോ ഞാൻ കടന്നു പോകുന്ന അന്തസംഘർഷങ്ങൾ, ഞാൻ കടന്നു പോകുന്ന മാനസിക വ്യഥകൾ, ഞാൻ കടന്നു പോകുന്ന ശാരീരിക പീഡകൾ നമുക്ക് മനുഷ്യരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. എത്ര ചങ്കിൻ്റെ ചങ്ക് പ്രാണൻ്റെ പ്രാണനാണെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഈശോയ്ക്ക് അത് മനസ്സിലാവും, പറയാതെ തന്നെ മനസ്സിലാവും. യേശുവിൻ്റെ ഹൃദയം ധ്യാനിച്ചാൽ, യേശുവിൻ്റെ ഹൃദയത്തിലെ മുറിവ് ധ്യാനിച്ചാൽ നമ്മുടെ മുറിവുകൾക്ക് വലിയൊരു ആശ്വാസവും സമാധാനവുമാണ്. എന്ന് മാത്രമല്ല, യേശുവിൻ്റെ മുറിവിൽ നിന്ന് നമ്മൾ സൗഖ്യം സ്വീകരിക്കുകയും വേണം. നമ്മുടെ അകൃത്യങ്ങൾക്ക് പകരമായി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് പകരമായി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ യേശുവിൻ്റെ മുറിവ് എന്നെ സുഖപ്പെടുത്താൻ വേണ്ടി യേശു ഏറ്റെടുത്ത മുറിവാണ്, എന്നെ സുഖപ്പെടുത്താനുള്ള മുറിവാണത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മുറിവിൽ നിന്ന് സൗഖ്യം സ്വീകരിക്കണം. അപ്പോഴേ ആ മുറിവിന് എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ. അവിടെ നമ്മുടെ മുറിവുകൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ നൊമ്പരങ്ങൾ അതെല്ലാം ഈശോയുടെ മുറിവുകളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്, ഒരു സമാധാനമുണ്ട്. ശരിക്കും തിരുഹൃദയവും തിരുമുറിവും ധ്യാനിച്ചാൽ ഈ ആശ്വാസം, ഈ സമാധാനം നമുക്ക് കിട്ടും. തിരുഹൃദയത്തിലേക്കും തിരുമുറിവിലേക്കും നമ്മുടെ മുറിവുകളെ, പ്രത്യേകിച്ചും ആന്തരിക ക്ഷതങ്ങൾ, ആന്തരിക മുറിവുകളെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ സമയം തൊട്ട് ഇന്നീ നിമിഷം വരെ നമുക്ക് ഏറ്റ വേദനയുടെ, തിക്താനുഭവത്തിൻ്റെ, പരാജയത്തിൻ്റെ, തോൽവിയുടെ, അല്ലെങ്കിൽ വിവിധ രീതിയിൽ നമ്മൾ കടന്നുപോയി ഒത്തിരി സഹനങ്ങളുണ്ട്. അതൊക്കെ മനസ്സിലേൽപ്പിച്ച ആഘാതമുണ്ട്, മുറിവുകളുണ്ട്. എല്ലാം ഒന്ന് ഈശോയുടെ മുറിവിലേക്ക് ചേർത്ത് വയ്ക്കുകയും
കിട്ടുന്നൊരാശ്വാസമുണ്ട്. ഈശോയ്ക്ക് മാത്രമേ നമ്മൾ സുഖപ്പെടുത്താനും പറ്റൂ. ഈശോയ്ക്ക് മാത്രമേ നമ്മൾ സുഖപ്പെടുത്താൻ പറ്റൂ. പിന്നെ ഈശോയ്ക്ക് മാത്രമേ നമ്മൾ മനസ്സിലാവുള്ളൂ. വേറെ ആർക്കും നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് പറഞ്ഞേ ഹാലേലൂയാം. സ്വരമേർത്തി പറഞ്ഞേ ഹാലേലൂയാം. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയാം. ഇരട്ടി സ്വരത്തിൽ ഹാലേലൂയാം. ഇനി അഞ്ചാമതായിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. തിരുഹൃദയം അത് എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു വാതിലാണ്. തിരുഹൃദയത്തിലെ മുറിവ് എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടൊരു വാതിൽ. എനിക്കതിനകത്ത് ഇടമുണ്ട് എന്ന് തന്നെ ബോധിപ്പിക്കുകയാണ് കർത്താവ്. എനിക്കൊരു ഇടമുണ്ട് അതിനകത്ത്, ഈശോയുടെ ഹൃദയത്തിൽ എനിക്കൊരു ഇടമുണ്ട് എന്നെ ബോധിപ്പിക്കുകയാണ് കർത്താവ്. ബിഷപ്പ് ഉൾട്ടൻ ജേഷനെ കുറിച്ച് ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുഭവം അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ്. ഒരിക്കൽ ഒരു അമ്മയും കുഞ്ഞും അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരാണ്. ഇപ്പോൾ ഇവരെന്തോ കുറച്ച് നേരമൊക്കെ സംസാരിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ കുഞ്ഞിങ്ങനെ ഇവരുടെ സംസാരം ഇങ്ങനെ വലിയ കൗതുകത്തോടെ ഇങ്ങനെ പിതാവിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ പോരുന്ന സമയത്ത് ഈ അമ്മ കുഞ്ഞിനെക്കുറിച്ച് ബിഷപ്പിനോട് പറയാണ്, പിതാവേ എൻ്റെ മകന് പിതാവിന് വലിയ ഇഷ്ടമാണ് കേട്ടോ, വലിയ ഇഷ്ടമാണ് എന്ന് പറയാണ്. അപ്പോൾ പിതാവ് ആളുടെ മുഖത്ത് കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചിട്ട് ചോദിച്ചു, മോനെ ശരിയാണോ മോനെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വലിയ സന്തോഷത്തോടെ ഭയങ്കര ആവേശത്തോടെ ഇങ്ങനെ തലയാട്ടി സ്നേഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് വെറുതെ ചോദിച്ചു, എന്തോരം സ്നേഹമുണ്ടെന്ന് ചോദിച്ചു. നിനക്ക് എന്നെ എത്രമാത്രം ഇഷ്ടമുണ്ട്? അപ്പോൾ പറഞ്ഞു, ഒരുപാട് ഇഷ്ടമാണ്. പിതാവ് പിന്നെയും ചോദിച്ചു, ഒരുപാടെന്ന് പറഞ്ഞാൽ എന്തോരം? ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ പിതാവ് പറഞ്ഞു, അതൊന്ന് കാണിച്ചു തരാമോ, എന്തോരാണെന്നൊന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ഇത് കാണിക്കാൻ പറ്റുക? അവരുടെ രീതി അനുസരിച്ച് അവൻ രണ്ട് കൈ ഇങ്ങനെ വിരിച്ച് പിടിച്ചിട്ട് പറഞ്ഞു, ഇത്ര എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇത്ര ഇഷ്ടമാണ്. വെറുതെ പിതാവ് ഒരു തമാശയ്ക്ക് വേണ്ടി കൊച്ചിനോട് കുറച്ചേരൊന്ന് വർത്താനം പറഞ്ഞല്ലോ എന്ന് കരുതി വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി കുസൃതിയായി വെറുതെ ചോദിക്കണം, അയ്യോ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുഖം ആകെ വിവരണമായി. അവൻ്റെ കണ്ണ് പതുക്കെ നിറയാൻ തുടങ്ങി. അവൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പരമാവധി രണ്ട് വശത്തേക്കും കരങ്ങൾ വിരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ മുഖത്ത് മാംസപേശികൾ വലിഞ്ഞു മുറുകി, കണ്ണുകളിൽ കണ്ണീര് ഉരുണ്ടുകൂടി. ശ്വാസം മുട്ടും വിധം എനിക്ക് ഇത്ര ഇഷ്ടമാണ് എന്ന് പറയാൻ പറ്റാത്ത വിധം അവൻ അങ്ങനെ നിൽക്കുകയാണ്. പിതാവ് ആകെ വല്ലാതെയായി. പിതാവ് അവനങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ്, ചേർത്ത് പിടിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതിനുശേഷം പിതാവ് ഈ സംഭവത്തെക്കുറിച്ച് എഴുതുമ്പോൾ അവസാനമായിട്ട് അദ്ദേഹം കുറിക്കുന്ന വരികൾ ഇപ്രകാരമായിരുന്നു: അവൻ്റെ നിറഞ്ഞ മിഴികളിൽ ക്രൂശിതൻ്റെ വിരിച്ചു പിടിച്ച കരങ്ങൾ ഞാൻ കണ്ടു. അവൻ്റെ നിറഞ്ഞ മിഴികളിൽ ക്രൂശിതൻ്റെ വിരിച്ചു പിടിച്ച കരങ്ങൾ ഞാൻ കണ്ടു. പ്രിയപ്പെട്ട ഒരു തിരുഹൃദയത്തിലേക്കും തിരുമുറിവിലേക്കും നോക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് ഇതാണ്. പിരിച്ചു പിടിച്ച കരങ്ങളുമായി തുറന്നിട്ടിരിക്കുന്നൊരു ഹൃദയവുമായി ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എനിക്കതിനകത്ത് ഇടമുണ്ട്. ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും, ഞാൻ എത്ര ശോചനീയമായൊരവസ്ഥയിലാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഇടമുണ്ട് എന്ന് കാണിക്കാൻ ഈശോ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഹൃദയത്തിലെ ആ വലിയ മുറിവ് ഞാൻ നിങ്ങളോട് ചോദിച്ചല്ലോ, എന്തിനാണ് ഈശോ ആ മുറിവ് അവശേഷിപ്പിച്ചതെന്ന്. അതിൻ്റെ ഒരു ഉത്തരം ഇതാണ്: എനിക്കതിനകത്ത് ഇടമുണ്ടെന്ന് കാണിക്കാൻ ഈശോ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. എത്ര വലിയൊരു ആശ്വാസമാണ്, എത്ര വലിയൊരു സമാധാനമാണ് ഈ ഒരു ചിന്ത നമുക്ക് നൽകുക. അപ്പൊക്കെ പറഞ്ഞേ ഹാലേലൂയാം. സ്വരമേർത്തി പറഞ്ഞേ ഹാലേലൂയാം. ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയാം. ഇനി ആറാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുക തിരുഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങളാണ്. 12 വാഗ്ദാനങ്ങളാണ് മാർഗരറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട സമയത്ത്, അതായത് മർഗരീത്ത മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഈശോ പറഞ്ഞത്. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഒന്നാമത്തേത്, ജീവിതാന്തസ്സിന് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. ജീവിതാന്തസ്, ഇപ്പോൾ ഒരു പുരോഹിതന് പൗരോഹിത്യ ജീവിതാന്തസ്സിന്, ഒരു സിസ്റ്റർക്ക് സന്യാസ ജീവിതാന്തസ്സിന്, ഒരു അൽമായൻ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ കുടുംബജീവിതം നയിക്കാൻ വേണ്ട, അല്ലെങ്കിൽ ഏകസ്ഥ ജീവിതം നയിക്കാൻ വേണ്ട ജീവിതാന്തസ്സിന് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. ഒന്നാമത്തെ അനുഗ്രഹം. 2, കുടുംബങ്ങളിൽ സമാധാനം. നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് സമാധാനമില്ല. സമാധാനം നിറയും. 3, സങ്കടങ്ങളിൽ ആശ്വാസം. ഭീകരമായ സങ്കടങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വല്ലാത്തൊരു ആശ്വാസം നമുക്ക് കിട്ടും. ഇത് നമ്മുടെ പഴയ തലമുറയെ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിന്ന് പോകുന്നതിനേക്കാൾ എന്തോരം പ്രശ്നങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ദാരിദ്ര്യത്തിലൂടെ, ഉത്കണ്ഠപ്പെടേണ്ട എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോയവരാ. അവർ പിടിച്ചു നിന്നില്ലേ? നമ്മുടെ പൂർവികർ നമ്മൾ കടന്നുപോയ അനുഭവങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം ഇതിലൂടെ കടന്നു പോയവരാണ് നമ്മുടെ പൂർവികർ. അവർക്കൊക്കെ ഒരു അത്താണിയായി ബലമായി ഉണ്ടായിരുന്നു ഈശോയെ ആശ്രയിക്കാൻ, തിരുഹൃദയനാഥനെ ആശ്രയിക്കാൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളിൽ വലിയൊരു ആശ്വാസമായി തിരുഹൃദയം മാറും. 4, ജീവിതകാലത്തും മരണസമയത്തും ഉറപ്പുള്ള സങ്കേതമായി മാറും. ജീവിതകാലത്ത് മാത്രമല്ല, മരണസമയത്ത്. 5, എല്ലാ പ്രവർത്തികളിലും ആശീർവാദം കിട്ടും. തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ എല്ലാ പ്രവൃത്തികളിലും ആശീർവാദമാണ്. എന്ത് ചെയ്താലും ആ പ്രവൃത്തി കർത്താവ് ആശീർവദിക്കും തിരുഹൃദയ ഭക്തിയിൽ വളർന്നാൽ. 6, പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സങ്കേതവും കണ്ടെത്തും. എത്ര ഭീകരമായ പാപാവസ്ഥയിൽ പോലും ഒരു വ്യക്തിക്ക് അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ചൈതന്യത്തിലേക്ക് വരാൻ, ഈശോയുടെ കരുണയും സ്നേഹമൊക്കെ അനുഭവിക്കാൻ ഈ വ്യക്തിയെ തിരുഹൃദയ ഭക്തി സഹായിക്കും. ഇനി മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളതാകും.
നമുക്കൊരു ഉണർവില്ല, ഉത്സാഹമില്ല, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ഒരു മരവിപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തിരുഹൃദയനാഥൻ്റെ മുൻപിൽ കുറച്ചു നേരം ഒന്ന് ഇരിക്കുക. നമ്മുടെ ഹൃദയത്തെ ഈ മന്ദീഭവിച്ച അവസ്ഥയെ മാറ്റി കർത്താവ് ജ്വലിപ്പിക്കും. തീക്ഷ്ണതയുള്ള ആത്മാക്കൾ വേഗത്തിൽ പൂർണ്ണത പ്രാപിക്കും. പരിപൂർണതയിലേക്ക് വേഗത്തിൽ എത്താൻ നമ്മളെ സഹായിക്കും എന്ത്? ഈ തിരുഹൃദയ ഭക്തി. ഒൻപതാമതായിട്ട്, എൻ്റെ ദിവ്യഹൃദയ രൂപം, തിരുസ്വരൂപം പരസ്യമായി പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദം ഉണ്ടാവും. നമ്മുടെ വീടുകളിൽ ഈ തിരുഹൃദയത്തിൻ്റെ ഈശോയുടെ ആശീർവാദം, വീടുകളിൽ ഫോട്ടോ വെച്ച് വെക്കുമ്പോൾ തിരുഹൃദയത്തിൻ്റെ ആശീർവാദം ഉണ്ടാകും. 10ാമത്തേത്, കഠിനപാപികളെ മനസ്സ് തിരിക്കാനുള്ള അനുഗ്രഹം വൈദികർക്ക് ഞാൻ നൽകും. കഠിനപാപികളെ മാനസാന്തരപ്പെടുത്താനുള്ളൊരു കൃപ, മനസ്സിരിക്കാനുള്ളൊരു കൃപ വൈദികർക്ക് കിട്ടും. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും. അതിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയില്ല. കല്ലിൽ കൊത്തിവെച്ചാൽ എന്ന പോലെ പേര് എഴുതി വയ്ക്കപ്പെടും. നമ്മൾ ഈ ഭക്തി വളർത്താൻ ശ്രമിച്ചാൽ, അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിൽ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശി അമ്മാമ്മ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥന, അതായത് തിരുഹൃദയ ജപത്തിൻ്റെ ഭാഗമായി നമ്മൾ ചൊല്ലുന്ന സുഹൃജപങ്ങളിൽ ഒരു സുഹൃജപമാണ്. പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ: ഈശോയെ, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ അനുരൂപമാക്കണമേ, നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണമേ. ഈശോയെ, എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കണം. ഈ സുഹൃജപം ഇത് കുഞ്ഞുനാളിൽ മുത്തശ്ശി പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയായിരുന്നു. ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ സുഹൃജപം ഊണിൽ ഉറക്കത്തിൽ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ ചൊല്ലിയ ആളാണ് ആര്? ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം മാർപ്പാപ്പ വരെയായി എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ അംഗീകരിച്ച അത്രയും ഹൃദയവിശാലതയുള്ളൊരു മാർപ്പാപ്പയായി അറിയപ്പെട്ടു. യേശുവിൻ്റെ ഹൃദയം പോലെ വിശാലമായ രൂപാന്തരപ്പെട്ടൊരു ഹൃദയമായി മാറിയത് നമുക്ക് നമ്മളുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് വേറെ ഇനി ഉദാഹരണങ്ങൾ വേണ്ട, നമ്മുടെ മുൻപിൽ വ്യക്തമായൊരു ഉദാഹരണമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭക്തി പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമതായി നമ്മുടെ വീട്ടിലും ഭവനത്തിലും നമുക്ക് പരിചയക്കാർക്കിടയിൽ തന്നെ ഇതൊന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കാം. കുഞ്ഞുങ്ങളെ ഈ തിരുഹൃദയ ഭക്തിയിൽ വളർത്താൻ, തിരുഹൃദയ ഇതുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു സുഹൃജപങ്ങൾ പഠിപ്പിക്കാൻ, അങ്ങനെ നമുക്ക് തിരുഹൃദയ ഭക്തി പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും വളർത്താനും പരമാവധി ശ്രമിക്കാം. യേശുവിൻ്റെ ഹൃദയത്തിൽ അവരുടെ പേരുകൾ കല്ലിൽ കൊത്തിവെച്ചാലെന്ന പോലെ ഉണ്ടാകും. 12ാമത്തെ കാര്യം, അനുഗ്രഹം ഇതാണ്: 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും. എൻ്റെ അനുഗ്രഹം കൂടാതെയോ കൂദാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കില്ല. അവരുടെ മരണത്തിൻ്റെ അവസാന മണിക്കൂറിൽ എൻ്റെ ദിവ്യഹൃദയം അവർക്ക് നിശ്ചയമുള്ള സങ്കേതമായിരിക്കും. എന്നുവെച്ചാൽ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന കൃപയാണ് 12ാമത്തെ അനുഗ്രഹമായിട്ട് പറയുന്നത്. അപ്പോൾ തിരുഹൃദയത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മളൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. പുറയ്ക്കൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 7ാമതായി തിരുഹൃദയ ഭക്തിയുടെ ചരിത്രം എന്താണെന്ന് നോക്കാം. നമ്മളതിൻ്റെ ബിബ്ലിക്കൽ റൂട്ട് പരിശോധിച്ചാൽ, ബൈബിളിൽ നിന്നൊരു അടിസ്ഥാനം പരിശോധിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 11:29 നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. അതായത് ഈശോ തന്നെ ഈശോയുടെ ഹൃദയത്തെപ്പറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിനീത ഹൃദയനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസായിട്ട് അവിടെ കാണാം. പിന്നെ അങ്ങോട്ട് കാണുന്ന സംഭവങ്ങൾ ഇതാണ്. യോഹന്നാൻ 12:23 ഈശോയുടെ ഹൃദയത്തിലേക്ക് ചാരിക്കിടക്കാൻ, വക്ഷസിലേക്ക് ചാരിക്കിടക്കാൻ ഭാഗ്യം കിട്ടിയൊരു ശിഷ്യൻ. അതാരാണ്? യോഹന്നാൻ ഈശോൻ്റെ ചങ്കിലേക്ക് ചാരിക്കിടക്കാൻ ഭാഗ്യം കിട്ടിയൊരു മനുഷ്യനാണ്. ഇനി യോഹന്നാൻ 19:34 നമ്മൾ വായിക്കുന്നു, ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുന്നു. ചങ്ക്, അതാണ് പ്രധാനമായ ഒരു അടിത്തറയായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുക. യോഹന്നാൻ 20:27 ഈ തോമാസ് ലീഹായുടെ ഈശോ പറയുന്ന വാക്കുകൾ, ഇതൊക്കെ ബിബ്ലിക്കൽ ബേസായിട്ട് തിരുഹൃദയഭക്തിയുടെ അടിത്തറയായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. 3-ാം നൂറ്റാണ്ട് മുതൽ ഉള്ളൊരു ഭക്തിയായിരുന്നു ഇത്. എങ്കിലും 14-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഇന്നസെൻ്റ് ആറാമൻ മാർപ്പാപ്പയാണ് ഇതിൻ്റെ വലിയ പ്രചാരകനായിട്ട് മാറിയത്. 17-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട സമയത്താണ് ഈ വാഗ്ദാനങ്ങൾ മൂലം ലോകത്ത് മുഴുവനിലേക്കും ഇതൊരു വലിയൊരു ഒരു ഭക്തിയായിട്ട് പ്രചരിക്കാൻ ഇടവന്നത്. 18-ാമത്തെ നൂറ്റാണ്ടിൽ ക്ലെമൻ്റ് 12-ാമൻ പാപ്പ തിരുഹൃദയ തിരുനാൾ ആഘോഷിച്ചോളാനുള്ള അനുവാദം കൊടുത്തു. പിന്നീട് 1856 ആകുമ്പോൾ പിയൂസ് 9-ാം മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയിൽ അത് ആഘോഷിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞ് അതേ നൂറ്റാണ്ടിൽ തന്നെ 1899 ആയപ്പോൾ ലയോ 13-ാമൻ മാർപ്പാപ്പ മാനവകുലത്തെ മുഴുവനും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. 1995 ആയപ്പോൾ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ ദിനത്തെ പ്രത്യേകിച്ച് പുരോഹിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഈ വരുന്ന വെള്ളിയാഴ്ച, ഈ അടുത്ത വെള്ളിയാഴ്ച തിരുഹൃദയ തിരുനാളാണ്. പ്രത്യേകം ആ ദിവസം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രധാന നിയോഗമാണ് വൈദികരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ലോകമൊട്ടുക്കുള്ള പുരോഹിതരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കും വലിയ അനുഗ്രഹമായിട്ട് മാറിക്കോളും. 2011 ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ സകല യുവജനങ്ങളെയും തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തിരുഹൃദയ ഭക്തിയുടെ ഒരു ചരിത്രം ഒന്ന് ചുരുങ്ങിയ വാക്കുകളിലൊന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി അവസാനത്തെ കാര്യം പറയാം, 8ാമത്തെ കാര്യം. അതായത് തിരുഹൃദയവും വിശുദ്ധ കുർബാനയും തമ്മിൽ എന്താ ബന്ധം? തിരുഹൃദയവും
വിശുദ്ധ കുർബാനയും തമ്മിൽ എന്താ ബന്ധം? തിരുവോസ്തിയും തമ്മിൽ എന്താ ബന്ധം? തിരുഹൃദയവും തിരുവോസ്തിയും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? തിരുഹൃദയവും തിരുവോസ്തിയും തമ്മിൽ എന്താ ബന്ധം? വിശുദ്ധ കുർബാനയും തമ്മിൽ എന്താ ബന്ധം? ഈശോ സത്യത്തിൽ എന്താ നമുക്ക് ഈ തരുന്നേ? ഈ തിരുവോസ്തിയായിട്ട് നമുക്ക് തരുമ്പോൾ എന്താ ശരിക്കും തരുന്നേ? ഹൃദയമാണ് തരുന്നത്. ഹൃദയം, തൻ്റെ ഹൃദയം തന്നെ നമുക്ക് തരാണ്. തൻ്റെ ഹൃദയം അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന്. തിരുഹൃദയം തന്നെയാണ് തിരുവോസ്തി. നമ്മൾ അത് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. 8-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാഞ്ചിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബെസ്ലിയൻ സന്യാസ വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂതാശവദനം കഴിഞ്ഞ ഉടനെ തന്നെ അപ്പത്തിൻ്റെ നിറം മാറി ചൂന്നു തൊടുത്ത് അതിന് രക്തം ഒഴുകാൻ തുടങ്ങി. അത് മാംസമായിട്ട് മാറി. എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ മാംസമായിട്ട് മാറി. ഈ അച്ഛൻ ആദ്യം ഭയന്നുപോയി. അദ്ദേഹം പേടിച്ച് വരച്ച് ബലിപീഠത്തിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. പിന്നീട് അത് സഭാധികാരികളെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് പ്രാഥമിക നിരീക്ഷണത്തിന് ശേഷം ആദരവോടുകൂടെ സൂക്ഷിക്കപ്പെട്ടു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ കടന്നുപോയി. 1200 വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത കാലത്ത്, അതായത് 1971, 81 അതൊന്നും കൂടെ പുറത്തെടുത്ത് അന്നത്തെ ലാഞ്ചിയാനിലെ ബിഷപ്പ് അത് പരിശുദ്ധ പിതാവിൻ്റെ അനുവാദത്തോടു കൂടെ അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്ത് ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനും പ്രഗത്ഭനുമായ ഒരു സയൻറ്റിസ്റ്റിനെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ എഡ്വേർഡ് ലിനോലി. ആളത്ര നിസ്സാരക്കാരനല്ല. ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി, അനാട്ടമി, ഹിസ്റ്റോളജി, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിൽ പ്രസിദ്ധനും പ്രഗത്ഭനുമായ സയൻറ്റിസ്റ്റായിരുന്നു. അദ്ദേഹത്തോട് ഇത് എന്താണെന്ന് പറഞ്ഞില്ല. മുൻവിധികൾ ഒഴിവാക്കാൻ വേണ്ടി എന്താണെന്ന് പറഞ്ഞില്ല. ഇതിൻ്റെ കണ്ടൻറ് എന്താണ്, ശാസ്ത്രീയമായൊരു വിശദീകരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾ റിപ്പോർട്ട് പിറ്റേ വർഷം പുറത്തു വന്നു, അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം പുറത്തു വന്നു. അദ്ദേഹം എത്തിച്ചേർന്ന കുറേ നിഗമനങ്ങളുണ്ടായിരുന്നു. എല്ലാം നമുക്ക് മനസ്സിലാകില്ല, മെഡിക്കൽ ടേമുകളാണ്. എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും ഓർത്തിരിക്കാൻ പറ്റുന്നതുമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു പ്രധാന കാര്യം ഇതായിരുന്നു: ഈ മാംസം, അപ്പത്തിൽ രൂപപ്പെട്ട ഈ മാംസം സത്യമായും മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ മാംസമാണ് എന്ന് മാത്രമല്ല, മരണകരമായ വേദന അനുഭവിച്ച ഒരു മനുഷ്യൻ്റെ ഹൃദയഭിത്തിയുടെ കോശങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. മരണകരമായ വേദന അനുഭവിച്ചൊരു മനുഷ്യൻ്റെ ഹൃദയഭിത്തിയുടെ കോശങ്ങൾ എന്ന് വെച്ചാൽ ഈശോ തൻ്റെ ഹൃദയമാണ് നമുക്ക് തരുന്നത്. നമ്മൾ സാധാരണ പറയാറില്ലേ, ചങ്ക് പറിച്ച് സ്നേഹിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചങ്ക് പറിച്ച് സ്നേഹിക്കാമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, ഞാൻ ചങ്ക് പറിച്ച് സ്നേഹിച്ചേ, ചങ്ക് കൊടുത്ത് സ്നേഹിച്ചേ, ചങ്ക് പറിച്ച് സ്നേഹിച്ചെന്ന്. പക്ഷെ അതൊക്കെ പറയാമെന്ന് തന്നെയുള്ളൂ, നമുക്കൊന്നും സാധിക്കുന്ന കാര്യമല്ല. അതുപോലെ തന്നെ നമുക്ക് ഈ യുവജനങ്ങളുടെ ഇടയിൽ, ന്യൂ ജനറേഷൻ്റെ ഇടയിൽ ഈ സൗഹൃദത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ടേമാണ് എന്ത് പ്രായമുള്ളവരാണല്ലോ പറയണേ, യൂത്ത് പറ. ചങ്ക് അല്ലെങ്കിൽ ചങ്ക്സ് എന്നൊക്കെ പറയാറുണ്ട്, ഭയങ്കര സൗഹൃദത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. ശരിക്കും നമുക്കൊരാളെ അക്ഷരം തെറ്റാതെ ചങ്കെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ആരെ വിളിക്കാൻ പറ്റാം? നിങ്ങൾ ആരെ വേണമെങ്കിലും വിളിച്ചോ, എനിക്ക് വിരോധമില്ല. പക്ഷെ ചങ്ക് തന്നവനെ നമുക്ക് അക്ഷരം തെറ്റാതെ ചങ്കെന്ന് വിളിക്കാം. അങ്ങനെ വിളിക്കാൻ പറ്റിയ ആളാണ് ആര്? ഈശോ. അക്ഷരാർത്ഥത്തിൽ, ഇത് ആലങ്കാരികമല്ല കേട്ടോ, ഇത് പ്രതീകാത്മകമല്ല. അക്ഷരാർത്ഥത്തിൽ ഈശോ തന്നെ ചങ്ക് പറിച്ച് നമുക്ക് തരാണ്. അക്ഷരാർത്ഥത്തിൽ, ആലങ്കാരികമല്ല, പ്രതീകാത്മകമല്ല, അക്ഷരാർത്ഥത്തിൽ ഈശോ തൻ്റെ ചങ്ക് പറിച്ച് നമുക്ക് തരാണ്. ലാഞ്ചിയാനിൽ തെളിയിക്കപ്പെട്ട അത്ഭുതവും പിന്നീട് അങ്ങോട്ട് സംഭവിച്ചിട്ടുള്ള ദിവികാരൻ്റെ അത്ഭുതങ്ങളുടെ വെളിച്ചത്തിലൊക്കെയുള്ള ഒരു നിഗമനമാണ് അത്. ഈശോ തൻ്റെ ഹൃദയം നമുക്ക് തരാം വിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ വിശുദ്ധ കുർബാനയും ഈ തിരുഹൃദയം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എന്താ ബന്ധം? രണ്ടും ഒന്ന് തന്നെയാണ്. അതന്നെ ബന്ധം, രണ്ടും ഒന്ന് തന്നെയാണ്. നിങ്ങളിങ്ങനെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കണ്ടിട്ടില്ലാത്ത വിജാതീയരാണോ നിങ്ങൾ? ഇത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഇപ്പോൾ കാണാൻ പറ്റാഞ്ഞിട്ടോ. അത് ഈ ഫോട്ടോയിൽ, ഇത് ലാഞ്ചിയാനിലെ അത്ഭുതത്തിൻ്റെ ആ ഫോട്ടോയാണ്. ഇതിലതിൻ്റെ മെഡിക്കൽ നിഗമനങ്ങൾ, ഞാനിപ്പോൾ സമയക്കുറവുകൊണ്ടാണ് ബാക്കി പറയാത്തത്. നമുക്ക് അത്യാവശ്യമുള്ളത് പറഞ്ഞു, അതുമാത്രം തൽക്കാലം ആവശ്യമുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ പറഞ്ഞ കാര്യത്തെപ്പറ്റി ഒരു സെൻറ്റൻസ് മാത്രം ഒന്ന് വായിക്കാം. ദ ഫ്ലഷ് ഈസ് എ ഹാർട്ട് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് എസെൻഷ്യൽ സ്ട്രക്ചർ എന്നൂടെ പറയാം. ദ ഫ്ലഷ് ഈസ് എ ഹാർട്ട് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സ് എസെൻഷ്യൽ സ്ട്രക്ചർ. ലാഞ്ചിയാനിൽ നടന്ന ആ അത്ഭുതത്തിലെ ആ ഫ്ലഷ്, ആ മാംസം, അത് പൂർണ്ണമായും ഈശോയുടെ ഹൃദയമാണ്. ഹൃദയഭിത്തിയുടെ കോശം, ഹൃദയമാണ് നമുക്ക് ഈശോ കുർബാനയായി നമുക്ക് തരുന്നത്. ഈശോ സ്വന്തം ചങ്ക് പറിച്ച് നമുക്ക് തരാം, സ്വന്തം ചങ്ക് പറിച്ച് നമുക്ക് തരാണ്. അപ്പം അതുകൊണ്ട് ചങ്ക് തന്ന് നമ്മളെ സ്നേഹിച്ച കർത്താവിനെ ചങ്കായി നമുക്കും സ്നേഹിക്കാം. നമ്മുടെ ചങ്കായിട്ട് ആരും മാറണം? ഈശോ മാറണം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടയ്ക്കാം. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർക്കാം. ചങ്ക് തന്ന് എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവിനെ ചങ്ക് കൊടുത്ത് സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ. തിരുഹൃദയത്തോടുള്ള ആഴമായ ഭക്തിയും സ്നേഹവും ഹൃദയത്തിൽ നിറയാനും ജ്വലിക്കാനും വേണ്ടി പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിലേക്കും തിരുമുറിവിലേക്കും സകല സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ നമുക്ക് ചേർത്ത് വയ്ക്കാം. യേശുവിൻ്റെ മുറിവിലേക്ക്, യേശുവിൻ്റെ ചങ്കിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ ഒക്കെ നമുക്ക് സമർപ്പിക്കാം.
ഹൃദയത്തിൽ സ്നേഹം ഉജ്ജ്വലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്ക സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉച്ചത്തിലെ സ്തുതിച്ചേ, അതിരം തുറന്ന് സ്തുതിച്ചേ, എല്ലാം മറന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിച്ചേ, യേശുവേ കൈകളടിച്ച്, ശക്തിയായി കൈകളടിച്ച്. ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവൻ യേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്തവൻ യേശു. ചങ്കാണ്, ചേർന്ന് പാടാം. എന്റെ ചങ്കാണ് എന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവൻ യേശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്നു തന്നു എന്നെ വീണ്ടെടുത്ത കരമുയർത്തി. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. പണി ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ്. ഒറ്റ വിളി യേശുവേ. അതിരം തുറന്ന് വിളിക്കുക, സ്വരമുയർത്തി വിളിക്കുക, ഉച്ചസ്വരത്തിൽ വിളിക്കുക, എല്ലാം മറന്ന് വിളിക്കുക. യേശു നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗമായി മാറട്ടെ, ഹൃദയത്തിന്റെ സ്നേഹ വിഷയമായി മാറട്ടെ, ഹൃദയത്തിന്റെ കേന്ദ്രമായി മാറട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് യേശുവേ. കരങ്ങളടിച്ച് ആടിപ്പാടി കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസം അമർത്താൻ. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ. കരങ്ങളുയർത്തി. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. പടി ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണ്. ഒറ്റ വിളി യേശുവേ. അതിരം തുറന്ന് വിളിക്കുക, സ്വരമുയർത്തി വിളിക്കുക, ശക്തിയോടെ വിളിക്കുക. എല്ലാം മറന്ന് കർത്താവിനെ വിളിക്കട്ടെ, ഹൃദയം തകർന്ന് കർത്താവിനെ വിളിക്കട്ടെ. ഹൃദയഭാരങ്ങളെല്ലാം കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക, മുറിവുകളെല്ലാം കർത്താവിന്റെ മുറിവിലേക്ക് ചേർത്ത് വെക്കുക. വ്യഥകളും വേദനകളും ഭാരങ്ങളും കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. പാപഭാരങ്ങൾ കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുക. അവന്റെ നിർമുറിവുകളിലേക്ക് എല്ലാം ചേർത്ത് വെച്ച് ഉച്ച സ്വരത്തിൽ വിളിച്ച് യേശുവേ. കരമടിച്ച് കരമടിച്ച് കണ്ണീരല്ല അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടുമേ. മടി കണ്ണീരല്ല അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരൊപ്പി എന്നെ മാറോട് ചേർത്തിടും. കരമുയർത്തി. ചങ്കാണ് എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ് എന്റെ ചങ്കാണ് എന്റെ യേശു. പടി ചങ്കാണ് എന്റെ ചങ്കാണ്, എന്റെ ചങ്കാണ് എന്റെ ചങ്കാണ്. രണ്ട് കരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. പോരാ പോരാ, പുറത്തിരിക്കുന്ന മക്കളൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ചങ്കാണ് എന്റെ യേശു. ഉച്ചത്തിൽ വിളിച്ചേ. ദൈവം ദൈവമാണെന്ന് അറിഞ്ഞ് സ്തുതിച്ചേ. ഒറ്റ വിളി യേശുവേ. തിരുഹൃദയത്തോട് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമെന്ന് പ്രാർത്ഥിച്ചേ. പോരാ 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 പോരാ, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഒരിക്കൽ കൂടി, കരങ്ങളടിച്ച് ആടിപ്പാടി. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ അവൻ നന്മകൾ എന്നും എന്നും. പാടിടും ഞാൻ
എന്റെ യേശുവിൻ നാമമെന്നും വാഴ്ത്തിടും ഞാൻ. അവൻ നന്മകളെന്നു കരമുയർത്തി ചങ്കാണ്, എന്റെ ചങ്കാണ് എന്റെ യേശു. ചങ്കിലെ ചോരത്തന്ന് എന്നെ വീണ്ടെടുത്തവൻ യേശു. ചങ്കാണ്, എന്റെ ചങ്കാണ് എന്റെ യേശു. ചങ്കിലെ ചോരത്തന്ന് എന്നെ സ്നേഹിച്ചവൻ. ഒറ്റവിളി യേശുവേ.